നമസ്കാരം, എൻ്റെ പേര് അഖിൽ ഗോപൻ എന്നാണ്. ഞാൻ മാത്സ് ഫാക്കൽറ്റിയാണ്. ശബരി കോളേജിൻ്റെ സെൻസ്ട്രിക്റ്റിൻ്റെ എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേര് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ്. ഇപ്പോൾ ക്ലാസ് 12-ൽ 12ാം ക്ലാസ്സിൽ മെട്രിസസ് എന്താണെന്നൊക്കെ പഠിച്ചു. ഞാൻ ചെറിയൊരു ബ്രീഫ് ഐഡിയ പറഞ്ഞുതരാം. മെട്രിസസ് ആർ റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് വെയർ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. Each horizontal arrangements are known as rows എന്നും each vertical arrangements are known as columns എന്നും പഠിച്ചിട്ടുണ്ട്. ഒരു മെട്രിക്സിന് m റോകളും n കോളംസും ഉണ്ടെങ്കിൽ there will be mn അതിൻ്റെ ഓർഡർ m by n ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m by n ആണെങ്കിൽ there will be mn നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് മെട്രിസസ്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് സ്ക്വയർ മെട്രിസസിനെ കുറിച്ചും ആപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്, അതായത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ സോൾവ് ചെയ്യുക, ഹോമോജീനിയസ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ നേച്ചർ മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ടോപ്പിക്. അഡ്ജോയിൻറ്റിൻ്റെ പ്രോപ്പർട്ടീസും അതുമായിട്ട് ബന്ധപ്പെടുത്തി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് 1 ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ ആർ ദ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആൻഡ് ഇഫ് ഒരു മെട്രിക്സ് ഇക്വേഷൻ തന്നിട്ടുണ്ട് 1 പ്ലസ് ഒമേഗ 2 ഒമേഗ മൈനസ് 2 ഒമേഗ മൈനസ് ബി പ്ലസ് മെട്രിക്സ് ഓഫ് എ മൈനസ് ഒമേഗ 3 ഒമേഗ 2 ഇസ് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് 0 ഒമേഗ ഒമേഗ 1, ദെൻ ദ വാല്യൂ ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ്. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. 1 പ്ലസ് ഒമേഗ 2 ഒമേഗ മൈനസ് 2 ഒമേഗ മൈനസ് ബി plus matrix of A minus omega 3 omega 2 is equal to matrix of 0 omega omega and 1. We have to find the value of A square plus B square, right? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആൾക്കാർ ഒരു മെട്രിക്സ് ഇക്വേഷൻ കാണുന്നുണ്ട്. മെട്രിക്സിൻ്റെ അഡിഷൻ നിങ്ങൾ പഠിച്ചതാണ്. രണ്ട് മെട്രിക്സിൻ്റെ ഇക്വാളിറ്റിയും ക്ലാസ് 12-ൽ പഠിച്ചതാണ്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 1 ഒമേഗ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന 3 ടേംസ് ആണ്. നിങ്ങൾ അധികം ഫെമിലിയർ ആയിരിക്കാൻ ചാൻസസ് കുറവാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനകത്ത് നമ്മൾ nth റൂട്ട് ഓഫ് യൂണിറ്റി കണ്ടുപിടിക്കാൻ ഡീമൂവിയേഴ്സ് തിയറം ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് വെച്ച് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റാണ്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് സാർ ബ്രീഫ് ഐഡിയ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. നമ്മളെ we consider a cubic equation x cube is equal to 1. When we consider a cubic equation x cube is equal to 1, നമുക്കറിയാം ഇതിനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരിയബിൾ ആയിട്ടുള്ള എക്സിൻ്റെ വില കണ്ടുപിടിക്കാനല്ലേ. സോൾവ് ചെയ്യുമ്പം 3 വാല്യൂസും മാക്സിമം അറ്റ്മോസ്റ്റ് ദർ വിൽ ബി 3 വാല്യൂസ് ഫോർ എക്സ് എന്നാണ്. അതിൽ ഒരു വാല്യൂ മാത്രമേ റിയൽ ഉള്ളൂ, അത് 1 ആണ്. അതായത് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1നെ സോൾവ് ചെയ്താൽ എക്സ് ഇസ് ഈക്വൽ ടു ക്യൂബിക് റൂട്ട് ഓഫ് 1 ഓർ 1/1/3 എന്നല്ലേ കിട്ടുക. ഇത് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സാർ തൽക്കാലം ഇതിൻ്റെ സൊല്യൂഷൻസ് പറയാം. എക്സ് ഇസ് ഈക്വൽ ടു 1 -1 പ്ലസ് √3i/2 -1 മൈനസ് √3i/2 ഇങ്ങനെ 3 വാല്യൂസ് ആയിരിക്കും കിട്ടുക. അതിൽ -1 പ്ലസ് √3i/2നെയാണ് ഒമേഗ എന്ന് വിളിക്കുക, -1 മൈനസ് √3i/2നെയാണ് ഒമേഗ സ്ക്വയർ എന്ന് വിളിക്കുക. അപ്പം 1ഉം ഒമേഗയും ഒമേഗ സ്ക്വയറുമാണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് മനസ്സിലാക്കുക. ഇനി എൻ്റെ ഒരു പ്രധാനപ്പെട്ട നോട്ട് സാർ പറഞ്ഞുതരാം. 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് ഓൾവേസ് 0. ഒമേഗ ക്യൂബ് ഈസ് ഓൾവേസ് 1. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിലും മറ്റ് ഒമേഗ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സിലും എല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ മെയിൻ ഹൈലൈറ്റ് വി വിൽ ലേൺ മോർ അബൌട്ട് ദീസ് തിങ്സ് എന്നാണ്. 1 ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ. ഇനി സാർ ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം, റൈറ്റ്? രണ്ട് മെട്രിക്സുകളെ ആഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. രണ്ട് മെട്രിക്സുകളെ ആഡ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? ഓർഡർ സെയിം ആയിരിക്കണം, കറസ്പോണ്ടിങ് എലമെന്റ്സ് മസ്റ്റ് ബി ആഡ്. രണ്ട് മെട്രിക്സുകളുടെ ഇക്വാളിറ്റിയെ കുറിച്ചും അറിയാം. ഓർഡർ സെയിം ആയിരിക്കണം, എലമെന്റ്സ് എല്ലാം സെയിം ആയിരിക്കണം എന്നും അറിയാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരാമെന്നറിയാം? 1 പ്ലസ് ഒമേഗ പ്ലസ് എ ഇസ് ഈക്വൽ ടു 0. This is equation number 1. 1 plus omega plus a is equal to 0. Similarly,
minus b plus 2 is equal to 1. Equation number 2. Minus b ഇവിടുന്ന് 2 ഇവിടുന്ന് equal to 1 ഇവിടുന്ന്. രണ്ട് ഇക്വേഷൻസ് കിട്ടിയല്ലോ. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനും ഞാൻ എഴുതിയ ഫസ്റ്റ് നോട്ടും ഒന്ന് കമ്പയർ ചെയ്തേ. നമ്മൾ എന്താ പഠിച്ചേ? 1 ഉം ഒമേഗയും ഒമേഗ സ്ക്വയറും ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണെങ്കിൽ 1 പ്ലസ് ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ എത്ര? ഇറ്റ്സ് 0. അപ്പൊ ഈ 1 പ്ലസ് ഒമേഗ പ്ലസ് എ ഇസ് ഈക്വൽ ടു 0 എന്നൊരു എക്സ്പ്രഷനിൽ എയുടെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? ഒമേഗ സ്ക്വയർ എന്ന് കൊടുക്കാം. വി ഗോട്ട് ദ വാല്യൂ ഓഫ് എ ആസ് ഒമേഗ, അല്ലെങ്കിൽ വി അസ്യൂം ദ വാല്യൂ ഓഫ് എ ആസ് ഒമേഗ സ്ക്വയർ. സിമിലർലി ഇതപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ബി ഇസ് ഈക്വൽ ടു -1 വരികയും ബി യുടെ വാല്യൂ 1 കിട്ടുകയും ചെയ്തില്ലേ? ഇത്രയും വരെ ക്ലിയർ ആണെന്ന് സാർ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ആരുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്? യു വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, റൈറ്റ്? ആൻഡ് വാട്ട് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ? ഇറ്റ്സ് നത്തിങ് ബട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ന്റെ സ്ക്വയർ, റൈറ്റ്? കാരണം എയുടെ വാല്യൂ ഒമേഗ സ്ക്വയർ ആണ്. എങ്ങനെയാണെന്ന് ഒന്നും ആൾക്കാർക്ക് കണക്ട് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സാർ. ഓക്കെ, ഇനി ഒമേഗ സ്ക്വയറിന്റെ മീനിങ് ഒമേഗ റേസ് ടു 4 പ്ലസ് 1 എന്നല്ലേ? നമ്മൾ പ്രോബ്ലം ചെയ്തതിന്റെ കൺവീനിയൻസിന് വേണ്ടി ഒമേഗ റേസ് ടു 4നെ ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ റേസ് ടു 1 എന്ന് എഴുതി കൂടെ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ്. എ റേസ് ടു എം പ്ലസ് എൻ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ഫണ്ടമെന്റൽ ആണ്. ഇനി ഒമേഗ ക്യൂബിന്റെ വാല്യൂ ഓൾറെഡി 1 ആണെന്ന് എല്ലാ കേസസിലും പഠിച്ചിട്ടില്ലേ? 1 ഇൻറ്റു ഒമേഗ പ്ലസ് ഒമേഗ. ആൻസർ ഈസ് 1 പ്ലസ് ഒമേഗ. നിങ്ങളുടെ മെറ്റീരിയൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. If A, B and C are given matrices, നമുക്ക് 3 സ്ക്വയർ മെട്രിക്സസ് തന്നിട്ടുണ്ട്. എന്താ സ്ക്വയർ മെട്രിക്സ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കും. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ അല്ലാത്ത പക്ഷം അവരെ റെക്ടാങ്കുലർ മെട്രിക്സസ് എന്നായിരിക്കും വിളിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, NCERT പ്ലസ് 2 ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. 3 സ്ക്വയർ മെട്രിക്സസ് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ്, ഇത് ട്രാൻസ്പോസ് അല്ല, ഇറ്റ്സ് ട്രേസ് ഓഫ് എ. ട്രേസ് ഓഫ് എ plus trace of ABC by 2 plus trace of ABC square by 4 plus etc. up to infinity. അപ്പോൾ എന്താണ് ട്രേസ് എന്ന് സാറ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഞാനൊരു സ്ക്വയർ മെട്രിക്സ് എ കൺസിഡർ ചെയ്യുക. സപ്പോസ് ലെറ്റ് എ ഇസ് ഈക്വൽ ടു 1 2 3 4 ബി എനി സ്ക്വയർ മെട്രിക്സ്. ഒരു 2x2 ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് ആണ് കുറച്ചുകൂടെ പഠിക്കാൻ കൺവീനിയൻസിന് വേണ്ടി സാർ എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഈ സ്ക്വയർ മെട്രിക്സിന്റെ ട്രേസിനെ നമ്മൾ ട്രേസ് ഓഫ് എ എന്ന് എഴുതും. TR ഓഫ് എ, ട്രേസ് ഓഫ് എ എന്നത് ട്രേസ് ആണ്, ട്രേസ് ഓഫ് എ എന്ന് എഴുതും. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഒരു മെട്രിക്സിന്റെ ട്രേസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ മെട്രിക്സിന്റെ പ്രിൻസിപ്പൽ ഡയഗണലുകളുടെ സം എടുക്കുക. മെയിൻ ഡയഗണൽ എലമെന്റ്സിന്റെ സം എടുക്കുക. ദാറ്റ് ഈസ് 1 + 4 = 5. ആർക്കെങ്കിലും മെയിൻ ഡയഗണൽസ് ഡൗട്ട് ഉണ്ടോ നോക്കിക്കോ. ഇത് A11 ആണ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, ഇത് A22 ആണ് സെക്കൻഡ് റോയിൽ. അതായത് Aij എന്ന് പറയുന്ന ഒരു എലമെന്റ്, ഇതിനെയാണ് നമ്മൾ ജനറൽ ടേം ഓഫ് മെട്രിക്സ് എന്ന് പറയുക. ith റോയിലെ jth കോളത്തിലെ എലമെന്റ്. ഇത് ഒരു ഡയഗണൽ എലമെന്റ് ആവണമെങ്കിൽ I = J ആയിരിക്കണം. A11 A22 etc. ഓക്കെ, അപ്പോൾ ട്രേസ് ഓഫ് എ ഇസ് ഈക്വൽ ടു എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിന്, ഒരു മെട്രിക്സിന്റെ ട്രേസ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സിന്റെ സം ആണ്. അപ്പോൾ നമുക്ക് ട്രേസ് ഓഫ് എ ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇനി ഇതിന്റെ ബാക്കി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കുണ്ടായ ഡൗട്ട്, സാറേ ഇതൊരു വലിയ സീരീസ് അല്ലേ? സീരീസിന്റെ മീനിങ് എന്താ? ഒരു സീക്വൻസിന്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് സീരീസ്. എക്സെട്രാ അപ് ടു ഇൻഫൈനൈറ്റ്, ഒരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ് ബോർഡിൽ തന്നിരിക്കുന്നത്. അപ്പോൾ സാറേ ഞങ്ങൾ ട്രേസ് ഓഫ് എ കണ്ടുപിടിക്കാം. എയും ബിയും സിയുടെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡഡ് ബൈ 2 കണ്ടുപിടിക്കാൻ സമയമെടുക്കും. A × BC² ഡിവൈഡഡ് ബൈ 4 കണ്ടുപിടിക്കാൻ സമയമെടുക്കും. ഇതൊരു ശ്രമകരമായ ക്വസ്റ്റ്യൻ ആണെന്ന് കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. മക്കളെ, നമ്മൾ എൻട്രൻസ് ക്ലാസ്സുകളിലായിരിക്കുന്നത്. ഈ എൻട്രൻസിന് എപ്പോഴും ക്വസ്റ്റ്യനകത്തൊരു ട്രിക്കി പാർട്ട് ഉണ്ടായിരിക്കും, റൈറ്റ്? ഈ ക്വസ്റ്റ്യൻ്റെ ട്രിക്കി പാർട്ട് സാർ ഒരു ബ്രാക്കറ്റ് ഇടുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. മക്കളെ, ഇത് ട്രേസ് ഓഫ് എ അല്ലേ? ഇത് ട്രേസ് ഓഫ് BC ദ ഹോൾ റൈസ് ടു 1 എന്നല്ലേ വരിക? അടുത്തത് ട്രേസ് ഓഫ് A × BC² by 4 എന്ന് വരത്തില്ലേ? അടുത്ത A × BC³ by 8 എന്ന് വരത്തില്ലേ? അങ്ങനെ പോകുന്ന ഒരു പ്രോഗ്രഷൻ ആയതുകൊണ്ട് ഇതിൽ ഞാൻ ആദ്യം B × C എന്നൊരു ടേം കണ്ടുപിടിക്കാം. വാട്ട് ഈസ് B × C? BC എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല മക്കളെ, മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. ആരെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? ഈ ബി മെട്രിക്സിനെ സി മെട്രിക്സ് കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പം ഈ ക്വസ്റ്റ്യന്റെ ഹിഡൻ അജണ്ട നമുക്ക് വ്യക്തമാകും.
ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരുന്ന സവിശേഷതകൾ കീമനൊക്കെ ചോദിച്ചിട്ടുണ്ട്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ജെഇക്കൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. രണ്ട് മെട്രിക്സുകളുടെ മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴാണ് പോസിബിൾ ആവുന്നത്? ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെയിം ആവുമ്പോൾ മാത്രമാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുക. അതായത് എ ഇസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ m by n ഉം ബി ഇസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ n by p ആണെന്ന് കരുതുക. ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെങ്കിൽ മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവത്തുള്ളൂ. ഇവിടെ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് പ്രോഡക്റ്റ് എ ബി പോസിബിൾ ആണെന്ന് മനസ്സിലായി. ആ പ്രോഡക്റ്റ് എ ബിയുടെ ഓർഡർ m by p ആണെന്നുള്ള നോട്ടൊക്കെ +2 ക്ലാസ്സുകളിൽ ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. സാർ ഒന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. ശരി, we will do multiplication. We will multiply b with c, right? ഇതൊന്നും പ്രോഡക്റ്റ് എടുത്ത് എല്ലാവരും 9 minus 8 minus 12 plus 12 6 minus 6 minus 8 plus 9, that is equal to 1 0 0 1. എല്ലാവർക്കും സന്തോഷമായെന്ന് കരുതുന്നു. ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 അല്ലേ? അപ്പോൾ സാർ ഇതാ പറഞ്ഞത്, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമ്മൾ ആദ്യം വിചാരിക്കും എ എടുക്കണം, ഇൻറ്റു ബി ചെയ്യണം, ആ പ്രോഡക്റ്റിനെ ഇൻറ്റു സി ചെയ്യണം, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. സാർ ഇതാ പറഞ്ഞത്, ഇത് ഒരു എപ്പോഴും ഒരു ട്രിക്കി പാർട്ട് എൻട്രൻസ് ക്വസ്റ്റ്യനിൽ കാണും. സാർ ഇവിടുത്തെ ട്രിക്കി പാർട്ട് ബി സി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇനി സാർ ഐഡന്റിറ്റി മെട്രിക്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയട്ടെ. നമ്മളെ ഏതൊരു മെട്രിക്സിനെയും ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആ മെട്രിക്സ് തന്നെയാണെന്ന് കുഞ്ഞുങ്ങൾക്കെല്ലാം മനസ്സിലാവണം. ഏതൊരു മെട്രിക്സിനെയും ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സ് ഇറ്റ് സെൽഫ് ആൻസർ കിട്ടുമെന്ന് മക്കൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഐഡന്റിറ്റി മെട്രിക്സിന്റെ nth പവറിന്റെ വാല്യൂ i തന്നെ ആയിരിക്കണമെന്ന് മക്കൾ മനസ്സിലാക്കണം. ഐഡന്റിറ്റി മെട്രിക്സ് i² 1 ആയിരിക്കും, i³ 1 ആയിരിക്കും, i⁻n 1 ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും മക്കളുമാരൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ബി സി ഐ എന്ന് കിട്ടിയില്ലേ? സാറിന് ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തോട്ടെ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വരാം കുഞ്ഞുങ്ങളെ? ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ്, സാർ ഇതിനെ a/2 ഇൻറ്റു ബി സി മെട്രിക്സ് എഴുതിക്കോട്ടെ, a/2 ഇൻറ്റു ബി സി മെട്രിക്സ് എഴുതിക്കോട്ടെ, പ്ലസ് ഇതിനെ സാറ് ട്രേസ് ഓഫ് a/4 ഇൻറ്റു ബി സിയുടെ സ്ക്വയർ എഴുതിക്കോട്ടെ, പ്ലസ് എക്സെട്ര പ്ലസ് ഇൻഫൈനൈറ്റ് ടേംസ് കിട്ടത്തില്ലേ? സാർ ബി സി കണ്ടുപിടിച്ചു, ബി സി ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കിട്ടി. ഐഡന്റിറ്റി മെട്രിക്സിന്റെ രണ്ട് പ്രധാനപ്പെട്ട നോട്ട് സാർ ഇവിടെ പറഞ്ഞായിരുന്നു. ഇനി നോക്കിക്കോ കുഞ്ഞുങ്ങളെ, ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് a/2 ഇൻറ്റു ബി സിയുടെ വാല്യൂ ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ? അപ്പൊ a/2 ഇൻറ്റു ഐ എത്ര തന്നെ കിട്ടി? a/2. ഒരു മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സ് തന്നെ കിട്ടും. ബി സി ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇതെങ്ങനെ കിട്ടിയില്ലേ? ഇവിടെ എന്തോരും മക്കളെ? ട്രേസ് ഓഫ് a/4 ബി സി ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ ബി സിയുടെ സ്ക്വയറും ഐഡന്റിറ്റി മെട്രിക്സ്, a/4 മെട്രിക്സിന്റെ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര തന്നെ കിട്ടും മക്കളെ? a/4 തന്നെ കിട്ടും, പ്ലസ് എക്സെട്ര പ്ലസ് ഇൻഫൈനൈറ്റ്. അപ്പൊ ഈ വലിയ സാധനത്തിന് നമ്മൾ എങ്ങനെ ചെറുതാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായോ? ഇനി സാർ ട്രേസിന്റെ ചില പ്രോപ്പർട്ടീസ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. എന്തായിരുന്നു ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു മെട്രിക്സിന്റെ ട്രേസ് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണെന്ന് ആൾക്കാർ പഠിച്ചു. 1 2 3 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് സാർ പറഞ്ഞുതരാം. ഒന്നാമത് പ്രോപ്പർട്ടീസ് ഓഫ് ട്രേസ്. ഒന്നാമത്തത് ട്രേസ് ഓഫ് a plus or minus b is equal to, നമുക്ക് എന്ത് ചെയ്യാന്നറിയാം? ട്രേസ് ഓഫ് a പ്ലസ് ഓർ മൈനസ് ട്രേസ് ഓഫ് ബി എന്ന് എഴുതാം. രണ്ടാമത്തത് ട്രേസ് ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേമിനെ വെളിയിൽ എടുക്കുകയും ട്രേസ് ഓഫ് എ കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യാം. മൂന്നാമത്തത് ട്രേസ് ഓഫ് nth പവർ ഓഫ് എ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു ട്രേസ് ഓഫ് n. ഇത് മൂന്നുമാണ് ട്രേസുമായിട്ട് ബന്ധപ്പെടുത്തി കൂടുതൽ ചോദിച്ചിട്ട് ഉപയോഗിക്കേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനെ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് എങ്ങനെ എഴുതാം മക്കളെ? ട്രേസ് ഓഫ് എ പ്ലസ് ഈ a/2 സാർ 1/2 ടൈംസ് എ എന്ന് എഴുതിക്കോട്ടെ. എല്ലാവർക്കും അറിയാലോ a/2 എന്ന് പറഞ്ഞാൽ 1/2 ടൈംസ് എ ആണെന്ന്. സാർ ഈ a/4നെ 1/4 ടൈംസ് എ എന്ന് എഴുതിക്കോട്ടെ. അങ്ങനെ എവിടെ വരെ ഉണ്ട് മക്കളെ? പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി വരെ ഉണ്ടെന്ന് ക്ലാസ്സിലെ മക്കൾക്കെല്ലാം മനസ്സിലായി. ഇനി സാറിന്റെ ബാക്കി പറഞ്ഞു തരട്ടെ. ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ പ്ലസ്, നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ച ഓർമ്മയുണ്ടോ? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ട്രേസ് എടുക്കാൻ പറഞ്ഞാൽ കോൺസ്റ്റന്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. ഹാഫ് ഇൻറ്റു ട്രേസ് ഓഫ് എ പ്ലസ്, ഇവിടെയും 1/4 ഇൻറ്റു ട്രേസ് ഓഫ് എ പ്ലസ് എക്സെട്ര പ്ലസ് ഇൻഫൈനൈറ്റ് ടേംസ് വരെ ക്ലാസ്സിലെ മുഴുവൻ മക്കൾക്കും കിട്ടിയെന്ന് സാർ വിചാരിക്കുന്നു. ഇനി ഇതിന്റെ ബാക്കി കേട്ടോ.
അപ്പോൾ ഈ ഒരു സീരീസിൽ നിന്നും നിങ്ങൾക്ക് എല്ലാ ടേംസിലും ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞൊരു ടേം കോമൺ ആയിട്ട് എടുത്തൂടെ? അപ്പോൾ സാർ ട്രേസ് ഓഫ് എ കോമൺ ആയിട്ട് എടുത്തോട്ടെ. ട്രേസ് ഓഫ് എ ഇപ്പോൾ പ്രോപ്പർട്ടീസ് എഴുതിയെന്ന് സാർ വിചാരിക്കുന്നു. ട്രേസ് ഓഫ് എ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ സാർ എന്താ ചെയ്തതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ട്രേസ് ഓഫ് എ ഇഞ്ച് കോമൺ എടുത്താൽ ബാക്കി എത്ര കിട്ടും മക്കളെ? 1 + 1/2 + 1/4 പ്ലസ് എക്സെട്ര പ്ലസ് ഇൻഫിനിറ്റി എന്ന് കിട്ടി. കണ്ടോ, നമ്മൾ ചാപ്റ്ററിന്റെ പേര് മെട്രിസസ് പഠിച്ചു. ആ മെട്രിസസിൽ ഈസ് വരുന്നേക്കുന്ന സാധനം ക്ലാസ് 11ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ GP ആണ്. ഈ GP, ദിസ് ഇസ് എ GP. ഈ GPയുടെ ഫസ്റ്റ് ടേം 1ഉം കോമൺ റേഷ്യോ 1/2. എങ്ങനെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കുന്നത്? A2 ഡിവൈഡഡ് ബൈ A1 അല്ലെങ്കിൽ AN ഡിവൈഡഡ് ബൈ AN-1 ആണെന്നൊക്കെ കൊച്ചു ക്ലാസ്സുകളിൽ +1 ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതുകൂടാതെ ഈ ജോമെട്രിക് പ്രോഗ്രഷന്റെ ഇൻഫൈനൈറ്റ് ടേംസിന്റെ സം അല്ലേ? ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം പ്ലസ് എക്സെട്ര ടു ഇൻഫൈനൈറ്റ് ടേംസിന്റെ സം അല്ലേ? എസ് ഇൻഫിനിറ്റി അല്ലേ തന്നിരിക്കുന്നത്? ഈ എസ് ഇൻഫിനിറ്റി കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുലയുണ്ട്. A ഡിവൈഡഡ് ബൈ 1 - R. A എത്ര പ്രിയപ്പെട്ടവരെ? 1. R എത്ര മക്കളെ? 1/2. എത്ര കിട്ടി ആൻസർ? 1/1/2 which is equal to 2. അപ്പോൾ നമുക്ക് ഈ ടേമിന്റെ വാല്യൂ എത്ര കിട്ടി? 2. നിസ്സാരമല്ലായിരുന്നു ഈ ക്വസ്റ്റ്യൻ. കാണും കാഴ്ചയിൽ മാത്രമല്ലേ ഭീകരനായിരുന്നത്. സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടിയടാ? ട്രേസ് ഓഫ് A × 2 എന്ന് കിട്ടി. ഇനി എന്താ ട്രേസ് ഓഫ് എ? നമുക്ക് എ മെട്രിക്സ് എത്ര തന്നിരിക്കുന്നത്? 2 1 4 1 എന്നല്ലേ? അപ്പോൾ ട്രേസ് കണ്ടുപിടിക്കാൻ ഡയഗണലുകൾ തമ്മിൽ ആഡ് ചെയ്താൽ പോരെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 1 3 × 2. എത്ര കിട്ടിയ ആൻസർ? 6 കിട്ടാൻ കാരണം ട്രേസ് ഓഫ് എ എത്രയാണ്? 2 + 1 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 6 ആണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. If A + B + C is equal to pi, then the value of determinant, ഈ വലിയ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചിന്തിക്കുന്ന ആൾക്കാർ ഇത് എക്സ്പാൻഡ് ചെയ്ത് ആൻസർ ചെയ്യാനായിരിക്കും പ്ലാൻ ചെയ്യുക. എന്നാൽ അത് ചെയ്യേണ്ട. സാർ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഷോർട്ട് കട്ട് അല്ല, ഇതിൻ്റെ ഒരു നോട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു A + B + C is equal to pi എന്ന് പറഞ്ഞിട്ടില്ലേ? ആ തന്നിരിക്കുന്ന കണ്ടീഷൻ ഞാൻ ഈ ഡിറ്റർമിനന്റിൽ ആദ്യം ഇട്ട് കൊടുക്കാൻ പോവാം. Right, we place A + B + C is equal to pi and related information to this determinant. Determinant ഇട്ട് കൊടുക്കാൻ പോവാം. റൈറ്റ്, അപ്പോൾ എന്ത് മാറും നോക്കിക്കേടാ? is equal to determinant of ഇതൊക്കെ tan pi ആയി. A + B + C pi ആയി. ഇതൊക്കെ tan C ആയി. ഇത് cos C തന്നെ. A + B + C pi ആണെങ്കിൽ A + B എന്ന് പറഞ്ഞാൽ pi - C ആണെന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാമല്ലോ. അപ്പൊ സാർ ഇതിനെ tan ഓഫ് pi - C എന്ന് എഴുതി. ഇത് 0 ആയി. ഇത് sin B ആയെന്നും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതിനെ cos ഓഫ് pi - C എന്ന് എഴുതാം. കാരണം A + B എന്താന്ന് നേരത്തെ പറഞ്ഞായിരുന്നു? -sin B and this is 0. ഫസ്റ്റ് സ്റ്റെപ്പിൽ സാർ എന്താ ചെയ്തത്? A + B + C is equal to pi യും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഡിറ്റർമിനന്റിൽ ഇട്ട് കൊടുത്തു. റൈറ്റ്, ഇനി എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് tan pi. tan piയുടെ വാല്യൂ 0 ആണ്. tan piയെ നമുക്ക് sin pi ഡിവൈഡഡ് ബൈ cos pi എന്ന് എഴുതാമല്ല. സൈൻ്റെ എല്ലാ n pi വാല്യൂസും 0 അല്ലേ? അപ്പൊ ഇതിന്റെ ന്യൂമറേറ്ററിൽ 0 വരും. 0/cos pi എത്ര കിട്ടിയ ആൻസർ? 0. അപ്പൊ tan piയുടെ വാല്യൂ 0. ഇവിടെ എത്ര കിട്ടി മക്കളെ? tan C. ഇവിടെ എത്ര കിട്ടി? cos C. tan of 180 - θ റിഡക്ഷൻ ഫോർമുല പഠിച്ചിട്ടുണ്ട്. റിഡക്ഷൻ ഫോർമുല +1 ക്ലാസ്സിൽ റിഡക്ഷൻ ഫോർമുല പഠിച്ചിട്ടുണ്ട്. റിഡക്ഷൻ ഫോർമുലയ്ക്കകത്ത് tan ഓഫ് 180 - θ is equal to -tan θ എന്നും cos ഓഫ് 180 - θ is equal to -cos θ എന്നും sin ഓഫ് 180 - θ is equal to +sin θ എന്നും ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. റിഡക്ഷൻ ഫോർമുല ആ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ tan ഓഫ് 180 പൈ റേഡിയൻസ് പറഞ്ഞാൽ 180 ഡിഗ്രീസ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. tan ഓഫ് 180 - θ എത്ര വരും മക്കളെ? -tan θ. ഇവിടെ 0, ഇവിടെ sin B. cos ഓഫ് 180 - θ C, സോറി ഇവിടെ C ആണ് മക്കളെ, C. ഇത് cos C എന്ന് വന്നു. ഇത് -sin B എന്ന് വന്നു. ഇത് 0 എന്നും വന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ സാർ ചെയ്തത് റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്തു. ഇതിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് 2 സ്റ്റെപ്പ് ചെയ്തപ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി. ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള കാരണം സാർ പറഞ്ഞു തരട്ടെ. ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് മുഴുവൻ 0 ആയി. ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് മുഴുവൻ 0 ആയി. അത് കൂടാതെ ഒരു പെക്യൂലിയാരിറ്റിയുടെ സാർ പറഞ്ഞു തരട്ടെ മക്കളെ. ഈ എലമെന്റ് A12 അല്ലേ? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് അല്ലേ? ഈ എലമെന്റ് A21 അല്ലേ?
ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താ? A12 is equal to minus of A21 കിട്ടിയില്ലേ? സിമിലർലി ഈ എലമെന്റ് എന്ന് പറയുന്നത് A13 അല്ലേ പ്രിയപ്പെട്ടവരെ? ഈ എലമെന്റോ A31 എന്ന് വന്നില്ലേ? എനിക്ക് എന്ത് എഴുതാൻ പറ്റി? A13 is equal to minus of A31 എഴുതാൻ പറ്റില്ലേ? സിമിലർലി ഈ എലമെന്റ് എന്ന് പറയുന്നത് A23 അല്ലേ? ഈ എലമെന്റ് എന്ന് പറയുന്നത് A32 അല്ലേ? അപ്പൊ A23 is equal to minus of A32 എന്ന് എഴുതാൻ പറ്റില്ലേ? അപ്പൊ ഈ ഡിറ്റർമിനന്റ് ഒരു പ്രത്യേകതയുള്ള ഡിറ്റർമിനന്റ് ആണ്. ആ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ, ഐ റിപ്പീറ്റ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് എന്ന് പറഞ്ഞാല്? ഇഫ് A transpose is equal to minus A എന്ന് എഴുതാൻ പറ്റിയാൽ അതിനെ നമ്മൾ സ്ക്യൂ സിമെട്രിക് എന്ന് വിളിക്കും. A transpose is equal to A എന്ന് എഴുതാൻ പറ്റിയാൽ അവയെ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കും. ഏതൊരു മെട്രിക്സിനെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതാം. ഇതെപ്പോഴും സിമെട്രിക് ആയിരിക്കും, ഇതെപ്പോഴും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും എന്നൊക്കെ ബോർഡ് ക്ലാസ്സിൽ ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. സാർ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് മുഴുവൻ 0 ആയിരിക്കും. അത് കൂടാതെ Aij എന്ന് പറയുന്നത് എപ്പോഴും മൈനസ് ഓഫ് Aj ആയിരിക്കും. നമ്മൾ ഇവിടെ എഴുതിയ പോലെ ഇതാണ് ഒരു സ്ക്യൂ സിമെട്രിക് ഡിറ്റർമിനന്റ് പ്രത്യേകത. എന്തൊക്കെയാ സാർ എന്ന് പറയാം? അതിന്റെ മെയിൻ ഡയഗണലുകൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് കൂടാതെ ith റോയിലെ jth കോളത്തിലെ എലമെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് jth കോളത്തിലെ ith എലമെന്റ് ആയിരിക്കും എന്നുള്ളത് വസ്തുത മനസ്സിലാക്കുക. ഇനി സാറിന്റെ നോട്ട് പറഞ്ഞുതരാം. നോട്ട് ഇങ്ങനെയാണ്: the determinant of a skew symmetric matrix, the determinant of a skew symmetric matrix of odd order. Odd order ന്റെ മീനിങ് എന്താ? 3/3, 5/5, 7/7. ഇതൊരു ഓഡ് ഓർഡർ ആണ്. is always 0 എന്ന് പഠിക്കുക. is always 0 എന്ന് പഠിക്കുക. The determinant of a skew symmetric matrix of even order ആണെങ്കിൽ, even order ന്റെ മീനിങ് എന്താ? 2/2, 4/4, 6/6 വന്നാൽ is a non-zero പെർഫെക്റ്റ് സ്ക്വയർ എന്ന് മനസ്സിലാക്കുക. അതായത് സാർ ഇത്രേ പറഞ്ഞുള്ളൂ, നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഓഡ് ഓർഡറിലുള്ള സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് എങ്കിൽ അതിന്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. എങ്ങനെയാ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? ഡയഗണൽ എലമെന്റ്സ് മൊത്തം 0 ആയിരിക്കും. Aij എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് Aj ആയിരിക്കും. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഈവൻ ഓർഡർ ആണ് എങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും എന്നാ പറഞ്ഞത്? ഒരു നോൺ സീറോ പെർഫെക്റ്റ് സ്ക്വയർ. അതായത് 1 വരാം, 4 വരാം, 9 വരാം, 16 വരാം. അങ്ങനെ പെർഫെക്റ്റ് വാല്യൂ, പെർഫെക്റ്റ് സ്ക്വയറുകൾ മാത്രമേ ഒരു ഈവൻ ഓർഡറുള്ള സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ ആൻസർ ഈസി ആയിട്ട് എല്ലാവർക്കും പറഞ്ഞൂടെ? ഇതൊരു 3/3 ഓർഡറിലുള്ള സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. ആസ് പെർ നോട്ട്, ദ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ എത്ര പ്രിയപ്പെട്ടവരെ? 0 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 0 എന്ന് കിട്ടി. ആൻസർ 0 ആയി. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് കാൾഡ് ഐഡംപൊട്ടന്റ് ഇഫ്. ഈ 4 കണ്ടീഷനുകളിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു സ്ക്വയർ മെട്രിക്സിനെ എനിക്ക് ഐഡംപൊട്ടന്റ് എന്ന് വിളിക്കുക? അപ്പോൾ ഇതിന് നമുക്കൊരു നോട്ട് എഴുതാം. സാർ ഇന്ന് ഈ ക്ലാസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ, നമുക്ക് ഇതിനകത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ടൈപ്സ് ഓഫ് സ്ക്വയർ മെട്രീസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്ലസ് ടുവിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ടൈപ്പ് അല്ല, അത് കൂടാതെ കുറച്ച് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് സ്ക്വയർ മെട്രീസസ് ഉണ്ട്. അതെന്തൊക്കെയാണ് സാർ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന്, നമ്മളെ എ ഈസ് എ സ്ക്വയർ മെട്രിക്സ്. എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് കരുതുക. ഇഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ, സ്ക്വയർ മെട്രിക്സിന്റെ സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഗുണിക്കാന്നില്ലേ 2 തവണ. അപ്പൊ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ തന്നെ കിട്ടുകയാണെങ്കിൽ അത്തരം മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്ന് വിളിക്കും. നമ്മളെ ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്ന് വിളിക്കും. രംഭ
if a square is equal to I, A ഒരു സ്ക്വയർ മെട്രിക്സ് ആവുകയും അതിന്റെ സ്ക്വയർ എടുക്കുമ്പം ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരം മെട്രിക്സുകളെ എനിക്ക് എന്ത് വിളിക്കാം? ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും മക്കളെ? ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് വിളിക്കും. മൂന്നാമത്തത് if A into A transpose is equal to I എന്ന് കിട്ടിയാൽ, A into A transpose is equal to I എന്ന് കിട്ടിയാൽ അത്തരം മെട്രിക്സുകളെ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് വിളിക്കും. മക്കളെ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് വിളിക്കും. ഇനി if A raised to M is equal to 0, M is the least possible positive ഇൻഡിജർ വാല്യൂ ആണെങ്കിൽ എനിക്ക് ഇയാളെ നിൽപൊട്ടന്റ് എന്ന് വിളിക്കും. ഇത് വിളിക്കാം മക്കളെ, നിൽപൊട്ടന്റ് എന്ന് വിളിക്കും. ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് സ്ക്വയർ മെട്രിക്സസ്. മക്കളെ ഹെർമീഷ്യനും സ്ക്യൂ ഹെർമീഷ്യനും എന്ന് പറഞ്ഞതൊക്കെ ഉണ്ട്, നമ്മൾ അത് തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഈ 4 ഐഡംപൊട്ടന്റ്, ഇൻവല്യൂട്ടറി, ഓർത്തോഗണല്, നിൽപൊട്ടന്റ്. അപ്പം നിൽപൊട്ടന്റ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ ഒന്നുകൂടെ നിൽപൊട്ടന്റ് എക്സാമ്പിൾ പറയാം. സപ്പോസ് ഞാൻ എ എന്നൊരു മെട്രിക്സ് എടുത്തു, ഞാൻ എ സ്ക്വയർ കണ്ടുപിടിച്ചപ്പോൾ മറ്റൊരു മെട്രിക്സ് കിട്ടി, എ ക്യൂബ് കണ്ടുപിടിച്ചപ്പോൾ മറ്റൊരു മെട്രിക്സ് കിട്ടി. പക്ഷെ എ റൈസ് ടു 4 ചെയ്തപ്പം 0 0 0 0 കിട്ടിയെന്ന് വിചാരിച്ചു. ഇവിടെ 0 കിട്ടിയില്ല, 0 മെട്രിക്സ് കിട്ടിയില്ല. ഇവിടെ 0 മെട്രിക്സ് കിട്ടിയില്ല, ഇവിടെ 0 മെട്രിക്സ് കിട്ടിയില്ല. പക്ഷെ 4th പവർ എടുത്തപ്പോൾ 0 മെട്രിക്സ് കിട്ടിയെങ്കിൽ എ എനിക്ക് എന്ത് വിളിക്കാം? നിൽപൊട്ടന്റ് മെട്രിക്സ് ഓഫ് ഇൻഡെക്സ് 4 എന്ന് വിളിക്കാം. വേറെ എക്സാമ്പിൾ കേട്ടോ, ഞാൻ പി എന്നൊരു മെട്രിക്സ് എടുത്തു. ചിലപ്പോൾ ഞാൻ പി എടുത്തപ്പോൾ എനിക്ക് നോൺ സീറോ മെട്രിക്സ് ആണ്. പി സ്ക്വയർ എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 0 0 0 0 കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇതിനെ എന്ത് വിളിക്കാം? നിൽപൊട്ടന്റ് മെട്രിക്സ് ഓഫ് ഓർഡർ അല്ലെങ്കിൽ ഇൻഡെക്സ് 2 എന്ന് വിളിക്കാം. ഇതാണ് 4 ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് സ്ക്വയർ മെട്രിക്സസ്: ഐഡംപൊട്ടന്റ്, ഇൻവല്യൂട്ടറി, ഓർത്തോഗണൽ and nilpotent matrices. Okay, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? A square matrix A is called idempotent if. A square matrix A is called idempotent if. നമ്മുടെ ഓപ്ഷൻ എന്താ? A square is equal to A. നമ്മുടെ ആൻസർ എത്ര? 4ാമത്തെ കണ്ടീഷൻ ആണ് A square is equal to A. ആൻസർ ഈസ് ഓപ്ഷൻ ഡി അല്ലെങ്കിൽ 4th ഓപ്ഷൻ. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, if A is equal to matrix of 0 5 0 0, ഒരു 2x2 ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് വന്നിട്ടുണ്ട്, and f of x is equal to 1 plus x plus x square plus etc up to x raised to 16. f of x എന്താണ്? 16 ഡിഗ്രിയുള്ള 16th ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, റൈറ്റ്? ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് f of a. നമ്മൾ എപ്പോഴാണ് f of a കിട്ടുക? when we replace x by a, അല്ലേ? എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന്റെ സ്ഥാനത്ത് ഞാൻ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും ഈ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എ കിട്ടുക. ഓക്കെ, അപ്പൊ എന്താണ് എഫ് ഓഫ് എ എന്ന് സാറൊന്ന് ആദ്യം എഴുതാം. അപ്പൊ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ എഴുതിയേക്കുന്ന 1 എന്നല്ലേ? ഇതൊരു മെട്രിക്സ് ഇക്വേഷൻ ആകാൻ പോവല്ലേ? കാരണം എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഈസ് നൗ റീപ്ലേസ്ഡ് ബൈ എ സ്ക്വയർ മെട്രിക്സ് എന്നല്ലേ സാർ പറഞ്ഞത്. അപ്പോൾ ഒരു മെട്രിക്സ് ഇക്വേഷൻ ആകുമ്പം 1ന്റെ സ്ഥാനത്ത് നമ്മൾ എന്തായിരിക്കും കൊടുക്കുക? ഐഡന്റിറ്റി മെട്രിക്സ് ഐ ആയിരിക്കും കൊടുക്കുക. കാരണം നമ്പേഴ്സ് ആകുമ്പോൾ 1 ഓക്കെയാണ്, പക്ഷെ മെട്രിക്സിന് നമ്പറുമായിട്ട് കൊടുക്കൽ വാങ്ങലൊന്നുമില്ല. മെട്രിക്സിൽ എന്ത് ഓപ്പറേഷൻ ചെയ്താലും അത് മറ്റൊരു മെട്രിക്സുമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും മെട്രിക്സ് നമ്പറോട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, റൈറ്റ്? അപ്പം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു എക്സ് റൈസ് ടു 16 എന്ന് പറയുന്നത് സാർ നേരത്തെ പറഞ്ഞ പോലെ 16th ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ആ പോളിനോമിയൽ ഫംഗ്ഷനിൽ നിന്നും വി ഹാവ് ടു ഫൈൻഡ് എഫ് ഓഫ് എ എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന് പകരം എ മെട്രിക്സ് കൊടുക്കണം. ഒരു കാര്യം കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എ മെട്രിക്സ് കൊടുക്കുമ്പം ഇതൊരു മെട്രിക്സ് ഇക്വേഷൻ ആണ്. മെട്രിക്സ് ഇക്വേഷൻ ആകുമ്പം അവിടെ നമ്പേഴ്സിന് റോളില്ല, പകരം 1ന്റെ സ്ഥാനം സാർ എന്ത് കൊടുത്തു? ഐ എന്ന് കൊടുത്തു. സാർ അവിടെ 2 ആയിരുന്നെങ്കിലോ 2i എന്ന് കൊടുത്തേനെ, റൈറ്റ്? ബാക്കി എന്തോ മക്കളെ? ഇതങ്ങ് എ മെട്രിക്സ് ആയില്ലേ? ഇതങ്ങ് എ സ്ക്വയർ മെട്രിക്സ് ആയില്ലേ? അടുത്തത് എ ക്യൂബ് മെട്രിക്സ് വരത്തില്ലേ? എക്സെട്ര അപ് ടു എന്ത് വരും മക്കളെ? എ റൈസ് ടു 16 വന്ന്. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതൊരു മെട്രിക്സ് ഇക്വേഷൻ ആയതുകൊണ്ടാണ് 1ന്റെ സ്ഥാനത്ത് എന്തെന്ന് ഐ എന്ന് വന്നത്. സാർ ഇനി ഇത് വലിയൊരു സാധനമല്ലേ സാറേ? 16 മൊത്തം 17 ടേംസ് ഉള്ള സാധനമല്ലേ സാറേ? ഇപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് ശ്രദ്ധിച്ചോ? എ സ്ക്വയർ കണ്ടുപിടിക്കാം. ജസ്റ്റ് എ സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് എ സ്ക്വയർ? എ ഇൻറ്റു എ ആണല്ലോ.
ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ 0 5 0 0 into matrix of 0 5 0 0 പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എത്ര കിട്ടും നോക്കിക്കേ 0 0 0 0 0 മെട്രിക്സ് കിട്ടിയില്ലേ അപ്പൊ എ സ്ക്വയറിന്റെ വാല്യൂ 0 മെട്രിക്സ് കിട്ടിയില്ലേ പ്രിയപ്പെട്ടവരെ എ ക്യൂബ് എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു എ അല്ലേ അതും 0 മെട്രിക്സ് കിട്ടത്തില്ലേ എ റൈസ് ടു 4 എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ അല്ലേ അതും 0 മെട്രിക്സ് കിട്ടത്തില്ലേ ചുരുക്കി പറഞ്ഞാൽ ഈ എ സ്ക്വയറിന് ശേഷം അങ്ങോട്ടുള്ള എ റൈസ് ടു 16 വരെയുള്ള മുഴുവൻ മെട്രിസസിന്റെയും വാല്യൂ 0 ആയി പോവുമല്ലോ എ സ്ക്വയറിന്റെ വാല്യൂ 0 ആണെങ്കിൽ എ സ്ക്വയർ മുതൽ അങ്ങോട്ടുള്ള മുഴുവൻ എ റൈസ് ടു 16 വരെയുള്ള ആൾക്കാരുടെ വാല്യൂ 0 ആയി പോവല്ലോ അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് എ എയുടെ ഓർഡർ 2/2 ആയതുകൊണ്ട് ഐയുടെ ഓർഡറും 2/2 ആയിരിക്കുമല്ലോ 1001 പ്ലസ് 0500 എന്ന് കിട്ടത്തില്ല മക്കളെ ആൻസർ എത്ര കിട്ടി 1501 1501 ഏതാ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ if A is equal to matrix of 1011 then for all natural numbers n A raised to n is equal to ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ച് ഈ മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തരികയും അതിന്റെ nth പവർ കണ്ടുപിടിക്കാൻ ചോദിക്കുകയും n ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്താൽ ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A raised to 1 എന്ന് പറയുന്നത് 1011 ആണ് അപ്പോൾ A എന്ന് പറഞ്ഞാൽ 1011 A raised to 1 എന്ന് എഴുതാം നമ്മൾ A സ്ക്വയർ കണ്ടുപിടിക്കണം എന്താണ് A സ്ക്വയർ എന്ന് പറഞ്ഞാൽ A ഇൻറ്റു A ആണ് A സ്ക്വയർ ഇത് എങ്ങനെയാ ചെയ്യുക മെട്രിക്സ് ഓഫ് 1011 ഇൻറ്റു മെട്രിക്സ് ഓഫ് 1011 ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ 1021 എന്ന ആൻസർ കിട്ടും അപ്പോൾ എ സ്ക്വയറിന്റെ ആൻസർ എത്ര 1021 ഇനി നമ്മൾ എ ക്യൂബ് കൂടെ കണ്ടുപിടിക്കാം ഞാൻ ഒരു വട്ടോടെ നിങ്ങളൊന്ന് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് എ ക്യൂബ് കൂടെ ഒന്ന് കണ്ടുപിടിക്കാം എന്താ നമ്മൾ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു എ എന്നല്ലേ എ ക്യൂബ് എ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ് 1021 എയുടെ വാല്യൂ എത്രയാണ് 1011 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ 1031 ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഒരു പാറ്റേൺ മനസ്സിലായി കാണുമല്ലോ എ റൈസ് ടു 1 എന്ന് പറയുന്നത് 1011 അല്ലേ എ റൈസ് ടു 2 അഥവാ എ സ്ക്വയർ എന്ന് പറയുന്നത് 1021 അല്ലേ എ ക്യൂബ് അല്ലെങ്കിൽ എ റൈസ് ടു 3 എന്ന് പറയുന്നത് 1031 അല്ലേ അപ്പൊ എന്തായിരിക്കും എ റൈസ് ടു 4 എന്ന് പറയുന്നത് ചെയ്ത് നോക്കാതെ തന്നെ 1041 എഴുതാൻ പ്രാപ്തരായില്ലേ എന്തായിരിക്കും എ റൈസ് ടു 10 എന്ന് പറയുന്നത് 1011 എന്നായില്ലേ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എ റൈസ് ടു n എത്ര ആണെന്നല്ലേ എത്ര വരും എ റൈസ് ടു n 10n1 അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക എയുടെ nth പവർ കണ്ടുപിടിക്കാൻ മാക്സിമം എ സ്ക്വയർ എ ക്യൂബ് അല്ലെങ്കിൽ എ റൈസ് ടു 4 വരെ കണ്ടുപിടിക്കുക അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ പാറ്റേൺ മനസ്സിലാവും ആ പാറ്റേണിലോട്ട് n അപ്ലൈ ചെയ്താൽ അപ്പൊ നമ്മുടെ ആൻസർ ഏതാ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് If A is a matrix of order 3/3 non-singular matrix such that A into A transpose is equal to A transpose into A and ഈ രണ്ട് കണ്ടീഷൻസ് നോട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ പ്രത്യേകത നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടീഷൻസ് വരുന്നുണ്ടോ അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് B into B ട്രാൻസ്പോസ് ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത 2014 ഏപ്രിലിലെ JEEക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് അപ്പോൾ ഞാനത് കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് പറഞ്ഞുതരാം വാട്ട് ഈസ് ബി ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബി ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്താണെന്ന് കണ്ടുപിടിക്കാം ചോദ്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബി എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഇൻറ്റു എ ട്രാൻസ്പോസ് അല്ലേ അപ്പോൾ ബിയുടെ സ്ഥാനം സാർ എന്ത് എഴുതും എ ഇൻവേഴ്സ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് എഴുതും റൈറ്റ് ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഇൻറ്റു എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പറ്റും റൈറ്റ് സാർ ഒന്നുകൂടെ പറയാം
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ഇൻറ്റു ബി ട്രാൻസ്പോസിന്റെ വാല്യൂ ആണ്. ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് ബിയുടെ വാല്യൂ എ ഇൻവേഴ്സ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് കിട്ടി. അപ്പോൾ ബി ട്രാൻസ്പോസ് എന്ത് വരുവാണ്? എ ഇൻവേഴ്സ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്ന് കിട്ടി. ഇപ്പോൾ സാർ ഇത് ചെയ്യാനുള്ള ആദ്യത്തെ ടൂൾ പറഞ്ഞു തരട്ടെ. ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടി പഠിച്ച ആൾക്കാർക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പ്രോപ്പർട്ടിയാണ് എ ഇൻറ്റു ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. എ ഇൻറ്റു ബി ദ ഹോൾ ട്രാൻസ്പോസിന്റെ വാല്യൂ എത്ര? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ സാർ എന്ത് ചെയ്ത് നോക്കിക്കോ, എ ഇൻവേഴ്സ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഇൻറ്റു ഇതേ ഇൻറ്റു ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കാൻ ആദ്യം സെക്കൻഡിന്റെ ട്രാൻസ്പോസ് ഇൻറ്റു ഫസ്റ്റിന്റെ ട്രാൻസ്പോസ് എന്ന് എഴുതി. ഈ സ്റ്റെപ്പ് എല്ലാ ആൾക്കാർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താ പഠിച്ചേ? എ ഇൻറ്റു ബി ദ ഹോൾ ട്രാൻസ്പോസിനെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. എ ഇൻറ്റു ബി ദ ഹോൾ ട്രാൻസ്പോസിനെ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് സാർ എഴുതി. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് സാർ പറഞ്ഞിട്ട്, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ആണ്. എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എപ്പോഴും എന്തായിരിക്കും? എ ആയിരിക്കും. ആ കണ്ടീഷൻ സാർ അപ്ലൈ ചെയ്താൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു എ ഇൻവേഴ്സിന്റെ ട്രാൻസ്പോസ് എന്ന് കിട്ടും. എ ഇൻവേഴ്സ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു എ ഇൻവേഴ്സിന്റെ ട്രാൻസ്പോസ് എന്ന് കിട്ടി. ഇനി ചോദ്യത്തിൽ എ ഇൻറ്റു എ ട്രാൻസ്പോസും എ ട്രാൻസ്പോസ് ഇൻറ്റു എയും സെയിം അല്ലേ? അപ്പൊ സാർ ഈ എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് തിരിച്ചെഴുതിയാലും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് സാർ വിശ്വസിക്കുന്നു. കാരണം ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ സാർ എന്ത് ചെയ്തു? എ ട്രാൻസ്പോസ് ഇൻറ്റു എ പ്രോബ്ലം ചെയ്യുന്നതിനുള്ള കൺവീനിയൻസിന് വേണ്ടി എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് മാറ്റി. ഈ സാർ അടുത്തൊരു പ്രോപ്പർട്ടി പറഞ്ഞു തരട്ടെ മക്കളെ. ഒരു മെട്രിക്സ് എ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടീസിനകത്ത് വരും. നമ്മൾ ട്രാൻസ്പോസിന്റെ രണ്ട് പ്രോപ്പർട്ടി ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്തു. ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടി ഇതാണ്, ഇഫ് എ മെട്രിക്സ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഇറ്റ്സ് ഇൻവേഴ്സ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഈസ് ഐ. ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയില്ലേ മക്കളെ? അപ്പൊ എ ഇൻവേഴ്സ് ഇൻറ്റു എ എത്ര കിട്ടി? ഐ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ് എന്നായില്ലേ? ഇനി സാറ് മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു, ഏതൊരു മെട്രിക്സിനെയും ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാൽ ആ മെട്രിക്സ് ഇറ്റ്സെൽഫ് കിട്ടുമെന്ന് പഠിച്ചോർമ്മയുണ്ടോ? എനി മെട്രിക്സ് ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് ഈസ് ദാറ്റ് മെട്രിക്സ് ഇറ്റ്സെൽഫ്. സാർ ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന 4 പ്രോപ്പർട്ടീസ് ആണ് ഇതുവരെ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇത് രണ്ടുകൂടെ ചേർത്ത് സാർ എന്ത് എഴുതി? എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ പഠിച്ച ലോ ഒന്ന് റിവേഴ്സ് ആക്കി പറഞ്ഞു നോക്കിക്കേ. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസിന് എനിക്ക് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്നല്ല എഴുതാൻ പറ്റുക. ഈ പഠിച്ച പ്രോപ്പർട്ടിയെ റിവേഴ്സ് ആയിട്ട് വായിച്ച് നോക്കിക്കേ മക്കളെ. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എത്ര? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് അല്ലേ? അപ്പൊ ഇതിന്റെ ട്രാൻസ്പോസ് ഇൻറ്റു ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് വരത്തില്ലേ? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസിനെ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതാമല്ലോ. എ ഇൻറ്റു എ ഇൻവേഴ്സ് ഐ അല്ലേ? ഐഡന്റിറ്റി മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് കിട്ടത്തില്ലേ? ഐഡന്റിറ്റി മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എത്ര തന്നെയാണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഫോർ എക്സാമ്പിൾ 1 0 0 0 1 0 0 0 1 ഇതല്ലേ മക്കളെ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3. എന്നാൽ എ ഓർഡർ 3 ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 3. അപ്പോൾ ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് എടുത്തേടാ. ട്രാൻസ്പോസ് ഈസ് a matrix obtained by interchanging rows and columns എന്നല്ലേ? റോയും കോളം ഇന്റർചേഞ്ച് ചെയ്ത് 1 0 0 0 1 0 0 0 1 ഐ തന്നെ കിട്ടിയില്ലേ? നമ്മുടെ ആൻസർ എത്ര കിട്ടി? ഐ ആണ്. 2014 ജെഇയുടെ ക്വസ്റ്റ്യൻ ആണ്. ആ പ്രോപ്പർട്ടീസ് മാത്രം അറിയുന്നവർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഉത്തരമാണ്. നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് മൊത്തം മക്കൾ ഒന്ന് പഠിച്ചു വെച്ചേക്കും. ഇതെല്ലാം NCERT ടെക്സ്റ്റ് ബുക്കിൽ +2 ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അതൊന്ന് ക്ലബ് ചെയ്യുക, നോട്ടാക്കി വെക്കുക, പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായി? ആൻസർ ഓപ്ഷൻ 2. ഓപ്ഷൻ ബി കിട്ടി. ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് ഈ വലിയ ഡിറ്റർമിനന്റ് ഉണ്ടല്ലോ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏത് മാച്ച് ചെയ്യുമെന്ന് നോക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണെന്ന് അറിയുന്നത്. 3x3 മെട്രിക്സ് ഡിറ്റർമിനന്റ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം.
അപ്പോൾ ഇവിടെ നമ്മൾ എലമെൻ്ററി ഓപ്പറേഷൻ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. 6 പ്രോപ്പർട്ടീസ് ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. C3 കോളം 3 ചേഞ്ചസ് ടു C3 മൈനസ് C2 C2 ചേഞ്ചസ് ടു C2 മൈനസ് C1 ചെയ്യാം. C3 ചേഞ്ചസ് ടു C3 മൈനസ് C2 C2 ചേഞ്ചസ് ടു C2 മൈനസ് C1 ചെയ്യാം. അപ്പോൾ ഇതെന്തായിട്ട് മാറുകൂടാ? വിച്ച് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് പ്രോപ്പർട്ടി പ്രകാരം ഒരു ഡിറ്റർമിനന്റിൽ ഇത്തരം ഓപ്പറേഷൻസ് Ri ചേഞ്ചസ് ടു Ri പ്ലസ് KRJ എന്നോ Ci ചേഞ്ചസ് ടു Ci പ്ലസ് KCJ എന്നുള്ള ഓപ്പറേഷൻസ് ചെയ്താൽ ഡിറ്റർമിനന്റിന്റെ വാല്യൂ റിമെയിൻസ് അൺആൾട്ടേർഡ് അല്ലെങ്കിൽ അൺഅഫക്റ്റഡ് എന്ന് ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിറ്റർമിനന്റിൽ ഞാൻ ഈ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻസ് ചെയ്താലും ഇതിന്റെ വാല്യൂ റിമെയിൻസ് അൺഅഫക്റ്റഡ്. ഇതിന്റെ എങ്ങനെ എഴുതാൻ പറ? ഫസ്റ്റ് കോളം റിമെയിൻസ് അൺഅഫക്റ്റഡ്. ഫസ്റ്റ് കോളത്തിന് കുഴപ്പമൊന്നുമില്ല. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? C3 ചേഞ്ചസ് ടു C3 മൈനസ് C2 C2 ചേഞ്ചസ് ടു C2 മൈനസ് C1 പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ C3 ചേഞ്ചസ് ടു 443 മൈനസ് 442 1 ആയി, 447 മൈനസ് 446 1 ആയി, 451 മൈനസ് 450 1 ആയി. അതേപോലെ C2 ചേഞ്ചസ് ടു C2 മൈനസ് C1 ചെയ്ത് 442 മൈനസ് 441 1 കിട്ടി, 446 മൈനസ് 445 1 കിട്ടി, 450 മൈനസ് 449 എത്ര കിട്ടി? 1 കിട്ടി. അപ്പോൾ ഇത് കണ്ട ആൾക്കാർക്ക് ഇതിൻ്റെ ആൻസർ ഈസി ആയിട്ട് 0 എന്ന് മനസ്സിലായില്ലേ? അതെ, നമ്മൾ ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ ഏതെങ്കിലും 2 റോകളോ കോളങ്ങളിലെയോ എലമെൻറ്റ്സ് ഐഡൻറ്റിക്കലായിട്ട് വന്നാൽ, ഇവിടെ കണ്ടോ നിങ്ങളുടെ സെക്കൻഡ് കോളവും തേർഡ് കോളവും ഐഡൻറ്റിക്കലാണ്, ആ ഡിറ്റർമിനൻ്റ് വാല്യൂ എത്ര മക്കളെ? 0 എന്നാണ്. റൈറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനൻറ്റ് കണ്ടപ്പോൾ അതിൽ എലമെൻറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ആ എലമെൻറ്റ്സ് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി C3 ചേഞ്ചസ് ടു C3 മൈനസ് C2 C2 ചേഞ്ചസ് ടു C2 മൈനസ് C1 എന്ന് പറഞ്ഞ് എലമെന്ററി കോളം ഓപ്പറേഷൻ ചെയ്യണം. നമ്മൾ ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഡിറ്റർമിനന്റിൽ Ri ചേഞ്ചസ് ടു Ri പ്ലസ് KRJ Ri ചേഞ്ചസ് ടു Ri പ്ലസ് KRJ എന്നോ Ci ചേഞ്ചസ് ടു Ci പ്ലസ് KCJ എന്നോ ഉള്ള എലമെന്ററി ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്താൽ ഡിറ്റർമിനന്റിന്റെ വാല്യൂ അൺഅഫക്റ്റഡ് ആവുമെന്ന് പഠിച്ചു. ഈ ഡിറ്റർമിനന്റിൽ ഈ തന്നിരിക്കുന്ന ഓപ്പറേഷൻ ഇട്ട് കൊടുത്തപ്പോൾ വാല്യൂ അൺഅഫക്റ്റഡ് ആയി. നമുക്കുണ്ടായ നേട്ടം എന്താണെന്ന് പറ? സെക്കൻഡ് കോളവും തേർഡ് കോളവും ഐഡന്റിക്കലായി വന്നു. ഒരു ഡിറ്റർമിനന്റിലെ ഏതെങ്കിലും 2 റോകളോ 2 കോളങ്ങളിലെയോ എലമെന്റ്സ് ഐഡന്റിക്കലായിട്ട് വന്നാൽ അവയുടെ വാല്യൂ എത്ര ആയിരിക്കും? 0. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി 0 ആണ്. The value of determinant of A plus PD, A plus QD, A plus RD, PQR, DDD is. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതെല്ലാം നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് ചെയ്താൽ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. R1 ചേഞ്ചസ് ടു ഫസ്റ്റ് റോ R1 ചേഞ്ചസ് ടു R1 മൈനസ് D ഇൻറ്റു R2 എന്നൊരു ഓപ്പറേഷൻ ചെയ്യും. ഞാൻ എന്താ ചെയ്തത്? ഫസ്റ്റ് റോ മൈനസ് D സം കോൺസ്റ്റന്റ്. D നമ്മുടെ കോൺസ്റ്റന്റ് ആണ്, സം കോൺസ്റ്റന്റ് ആണ്. D ഒരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിച്ചു. നമ്മുടെ ഇതിനെ തന്നിട്ടുള്ള കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Ri ചേഞ്ചസ് ടു Ri പ്ലസ് KRJ എന്നൊരു ഓപ്പറേഷൻ ചെയ്താൽ ഡിറ്റർമിനന്റ് വാല്യൂവിനെ അത് ബാധിക്കത്തില്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് A പ്ലസ് PD മൈനസ് ഇതങ്ങ് A എന്നായി. A പ്ലസ് PD മൈനസ് PD ഇത് A എന്നായി. ഇവിടെയോ A പ്ലസ് RD മൈനസ് RD A എന്നായി. ഇവിടെ P Q R, ഇവിടെ D D ആൻഡ് D. ഇനി ഈ ഡിറ്റർമിനന്റിന്റെ ഫസ്റ്റ് റോയിൽ നിന്നും ഒരു A കോമൺ എടുത്താൽ ഇതെങ്ങനെ മാറൂടാ? 1 1 1 P Q R ആൻഡ് തേർഡ് റോയിൽ നിന്നൊരു D കോമൺ എടുത്താലും ഇത് 1 1 1 എന്നാവത്തില്ലേ? നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒരു ഡിറ്റർമിനന്റിന്റെ ഏതെങ്കിലും 2 റോകളോ 2 കോളങ്ങളോ ഐഡന്റിക്കലായി വന്നാൽ അവയുടെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? 0 ഈസ് അവർ ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. If A square plus B square plus C square is equal to 0 and determinant of B square plus C square AB AC, AB C square plus A square BC, AC BC A square plus B square is equal to K times A square B square C square എന്നൊരു കണ്ടീഷൻ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടീഷൻ തന്നിട്ടുണ്ടോ അത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് യൂസ് ചെയ്യുക.
Then the value of k is നമുക്ക് ഈ kയുടെ വാല്യൂ കണ്ടുപിടിക്കണം. റൈറ്റ്, kക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതെങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിനെ എനിക്ക് മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. സി സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ എനിക്ക് മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ആൻഡ് സിമിലർലി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ എനിക്ക് മൈനസ് സി സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഈ 3 അറേഞ്ച്മെന്റ്സ് ആയിരിക്കും സർ ആദ്യം ഈ ഡിറ്റർമിനന്റിൽ ചെയ്യുക. That is equal to determinant of b square plus c square ന് പകരം സർ മൈനസ് എ സ്ക്വയർ കൊടുത്തു. എ ബി അതേപോലുണ്ട്, എ സി അതേപോലുണ്ട്, എ ബി അതേപോലുണ്ട്. സി സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് പകരം സർ മൈനസ് ബി സ്ക്വയർ എന്ന് കൊടുത്തു. ബി സി അതേപോലുണ്ട്, എ സി അതേപോലുണ്ട്, ബി സി അതേപോലുണ്ട്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് സാർ മൈനസ് സി സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ഇൻഫർമേഷനെ ഡിറ്റർമിനന്റിലോട്ട് അപ്ലൈ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഡിറ്റർമിനന്റിന്റെ പ്രത്യേകത, നമ്മളൊരു മെട്രിക്സുമായിട്ട് ഡിറ്റർമിനന്റിന്റെ ചില പ്രോപ്പർട്ടികൾ കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. ഒരു മെട്രിക്സിൽ എല്ലാ എലമെന്റുകളിലും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ടേമിനെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു ഡിറ്റർമിനന്റ് അങ്ങനല്ല. ഏതെങ്കിലും ഒരു റോയിൽ നിന്നോ കോളത്തിൽ നിന്നോ എലമെന്റുകളെ കോമൺ എടുക്കാൻ പറ്റുമെന്നും റോയിലോട്ടോ കോളത്തിലോട്ടോ മാത്രം എലമെന്റുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ഫസ്റ്റ് റോയിൽ നിന്നും ഒരു എ, സെക്കൻഡ് റോയിൽ നിന്നും ഒരു ബി, തേർഡ് റോയിൽ നിന്നും ഒരു സി ഇഞ്ഞ് കോമൺ ആയിട്ട് എടുത്തൂടെ മക്കളെ. അപ്പൊ ബാക്കി എത്ര കിട്ടി? മൈനസ് എ ബി സി, എ മൈനസ് ബി സി, എ ബി മൈനസ് സി എന്ന് കിട്ടിയില്ലേ. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു എ ബി സി എവിടുന്ന് കോമൺ എടുത്തു? ഫ്രം R1 R2 ആൻഡ് R3യിൽ നിന്ന് റെസ്പെക്റ്റീവ് ആയിട്ട് കോമൺ എടുത്തു. ഇനി അടുത്ത സാർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. ഈ ഡിറ്റർമിനന്റ് ശ്രദ്ധിച്ചപ്പോൾ ആൾക്കാർക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, എനിക്ക് ഈ 3 കോളത്തിൽ നിന്ന് വീണ്ടും കോമൺ എടുക്കാം. ഞാൻ എന്ത് ചെയ്തു സാറ്, ഓൾറെഡി ഒരു എ ബി സി ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഫസ്റ്റ് കോളത്തിൽ നിന്നും ഒരു എ കോമൺ എടുത്തു, സെക്കൻഡ് കോളത്തിൽ നിന്നും ഒരു ബി കോമൺ എടുത്തു, തേർഡ് കോളത്തിൽ നിന്നും ഒരു സി കോമൺ എടുത്തു. അപ്പൊ ബാക്കി എത്ര കിട്ടും? ഡിറ്റർമിനന്റ് ഓഫ് -1 1 1 1 -1 1 1 1 -1. ഞാൻ ആദ്യം എന്താ ചെയ്തത്? ആദ്യം എ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉപയോഗിച്ച് ഞാൻ ആ ഡിറ്റർമിനന്റിനെ റീഅറേഞ്ച് ചെയ്തു. ഫസ്റ്റും സെക്കൻഡും തേർഡ് റോയിൽ നിന്ന് റെസ്പെക്റ്റീവായിട്ട് എ ബി സി കോമൺ എടുത്തു. ഞാൻ പിന്നെന്താ ചെയ്തത്? ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കോളത്തിൽ നിന്നും വീണ്ടും എ ബി സി കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ എ ബി സി ഇൻറ്റു എ ബി സി എല്ലാവർക്കും അറിയാം, എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ എന്നല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻസറിലെയും എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ കിട്ടിയില്ലേ. അപ്പോൾ ഈ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ദാറ്റ് ഈസ് ഇതിന്റെ ആൻസർ കെ ടൈംസ് എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ സോൾവ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ചെയ്തപ്പം എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു ഇത് കിട്ടിയില്ലേ. അപ്പോൾ നമ്മുടെ കെയുടെ വാല്യൂ ഇതാണ്. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. റൈറ്റ്, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഒരു 3/3 ഓർഡറുള്ള ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. -1 ഇൻറ്റു 1 - 1 -1 ഇൻറ്റു -1 -1 പ്ലസ് 1 ഇൻറ്റു 1 - -1 എന്ന് കിട്ടി. ദാറ്റ് ഈസ് എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു ഇതങ്ങ് 0 ആയി പോയില്ലേ, 2 ആയി പോയില്ലേ, 2 ആയി പോയില്ലേ. ദാറ്റ് ഈസ് 4 ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്യുമ്പം കെയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 4. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു 3/3 ഓർഡറിലുള്ള സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ മറ്റൊരു ഡയഗണൽ മെത്തേഡ് എന്നൊരു മെത്തേഡ് ഉണ്ട്. സാർ അതിന് വരുന്നൊരു ക്വസ്റ്റ്യനിൽ കാണിച്ചു തരാം. റൈറ്റ്, നമ്മുടെ ആൻസർ എത്ര കിട്ടി? 4 എന്നാണ്. Let omega be a complex number such that 2 omega plus 1 is equal to z, where z is equal to -√3. അവരുടെ ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ ഈക്വൽ ടു 3k എന്ന് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഇത് 2017 ജെയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ സംശയമൊന്നും വേണ്ട. അവർ ഈ ഉപയോഗിച്ചേക്കുന്ന ഒമേഗ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സെയിം ഒമേഗയാണ്, ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? എന്നാലും ആർക്കെങ്കിലും ഈ കണ്ടീഷൻസ് തന്നപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് അതുകൂടെ ഒന്ന്
ക്ലാരിഫൈ ചെയ്തിട്ട് പോവാം. ഇത് ഈ ഒമേഗ എന്ന് പറയുന്നതും നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പഠിച്ച ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയും സെയിം തന്നെയാണ്. 1 ഒമേഗ ഒമേഗ സ്ക്വയർ എന്ന് പഠിച്ചില്ലേ, ആ ഒമേഗ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും ഈ കണ്ടീഷൻ തന്നതിൽ ഡൗട്ട് ഉണ്ട്, ഇത് തന്നത് എന്തിനാണ് സാറേ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടൊന്ന് ക്ലാരിഫൈ ചെയ്യാം. റൈറ്റ്, അതെന്താ പറഞ്ഞിരിക്കുന്നത്? 2 ഒമേഗ പ്ലസ് 1 ഇസ് ഈക്വൽ ടു സെഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 ഒമേഗ ഇസ് ഈക്വൽ ടു -1 പ്ലസ് സെഡ് എന്ന് കിട്ടത്തില്ലേ? ഒമേഗ ഇസ് ഈക്വൽ ടു -1 പ്ലസ് സെഡ് ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടത്തില്ലേ? ഇനി ഓൾറെഡി ആ സെഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -3 ആണ്. എന്താണ് റൂട്ട് ഓഫ് -3 എന്ന് പറഞ്ഞാൽ? എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം, റൂട്ട് ഓഫ് -3 ഒരു ഇമാജിനറി നമ്പർ ആണ്. റൂട്ട് ഓഫ് 3 × -1 എന്ന് എഴുതാം, റൂട്ട് 3i ആണെന്നറിയാം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1 പ്ലസ് റൂട്ട് 3i ഡിവൈഡഡ് ബൈ 2. നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആൾക്കാർ പഠിച്ചതാണ് ഒമേഗയുടെ വാല്യൂ -1 പ്ലസ് റൂട്ട് 3i ബൈ 2 ആണ്. ആ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയിലെ ഒമേഗ തന്നെയാണ് ഇവിടെ മെൻഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി ഒമേഗ സ്ക്വയർ ആയിരിക്കത്തില്ലേ അടുത്ത റൂട്ട്. അപ്പം ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നതും ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയിലെ സെയിം വാല്യൂ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് പിന്നെ അവർ നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നൊരു ഇൻഫർമേഷൻ ആണെന്നേ ഉള്ളൂ. റൈറ്റ്, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 1 ഒമേഗ സ്ക്വയർ ഇൻവോൾവ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ആർ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് മനസ്സിലായി. റൈറ്റ്, ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ച നോട്ട് എന്താന്ന് ഓർമ്മയുണ്ടോ? 1 പ്ലസ് ഒമേഗ സ്ക്വയർ എപ്പോഴും 0 ആയിരിക്കുമെന്നും ഒമേഗയുടെ ക്യൂബ് എപ്പോഴും 1 ആയിരിക്കുമെന്നും സാർ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് ശ്രദ്ധിക്കാം. റൈറ്റ്, ശ്രദ്ധിക്കുക. ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് വാല്യൂ ആണ് 3k. നമുക്ക് ആ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി സാർ എന്ത് ചെയ്യുന്നറിയോ? ഈ ഡിറ്റർമിനന്റിൽ നമ്മൾ പണ്ട് പഠിച്ച സെക്കൻഡ് ഇയറിൽ പഠിച്ച പ്രോപ്പർട്ടീസ് ആയ R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്തു. R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്തു. അപ്പൊ എന്ത് വ്യത്യാസം ഉണ്ടായി? വാല്യൂവിന് ചേഞ്ച് ഒന്നുമില്ല, എലമെന്റ്സിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇസ് ഈക്വൽ ടു ഇത് 1 പ്ലസ് 1 പ്ലസ് 1, ഇത് 1 മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്നാവുകയും ഇത് 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ റേഷ്യോ 7 എന്നാവുകയും ചെയ്യത്തില്ലേ പ്രിയപ്പെട്ടവരെ? ബാക്കി 2 റോകളും റിമെയിൻസ് അൺഅഫക്റ്റഡ് എന്ന് പഠിച്ച ആൾക്കാരില്ലേ നമ്മളെല്ലാം? ഓക്കെ, ഇനി ഇത് 3 ആയെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇത് മൈനസ് ഒമേഗ സ്ക്വയറും പ്ലസ് ക്യാൻസൽ ആയിപ്പോയി, 0 എന്ന് കിട്ടിയില്ലേ? ഇനി 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ റേഷ്യോ 7. റൈറ്റ്, നമുക്കറിയാം 1 പ്ലസ് ഒമേഗ സ്ക്വയർ ആയിരുന്നെങ്കിൽ 0 വന്നേനെ. ഒമേഗ റേഷ്യോ 7 എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? ഈ ഒമേഗ റേഷ്യോ 7 ഒമേഗ റേഷ്യോ 3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഒമേഗ എന്ന് എഴുതിക്കൂടെ? എ റേഷ്യോ എം ദ ഹോൾ റേഷ്യോ എൻ എന്ന് പറഞ്ഞാൽ എ റേഷ്യോ അല്ലേ? എ റേഷ്യോ എം ദ ഹോൾ റേഷ്യോ എൻ എന്ന് പറഞ്ഞാൽ എ റേഷ്യോ എം എൻ ആണ്. ഇത് ഒമേഗ റേഷ്യോ 6 കിട്ടി ഇൻറ്റു ഒമേഗ, മൊത്തം ഒമേഗ റേഷ്യോ 7 കിട്ടുമല്ലോ. അപ്പോൾ ഒമേഗ റേഷ്യോ 7 സാറ് ഒമേഗയുടെ ക്യൂബ് ദ ഹോൾ സ്ക്വയറിന്റെ ഒമേഗയുടെ ക്യൂബ് എത്ര നമ്മൾ പഠിച്ചത്? 1 ആണെന്ന് പറഞ്ഞൂടെ? 1 ഇൻറ്റു ഒമേഗ എത്ര കിട്ടി ആൻസർ? ഒമേഗ. അപ്പോൾ ഒമേഗ റേഷ്യോ 7 വാല്യൂ ഒമേഗയ്ക്ക് ഈക്വൽ ആണെന്ന് മനസ്സിലായി. റൈറ്റ്, അപ്പോൾ ഇതെന്ത് കിട്ടി? 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഇതങ്ങ് ഒമേഗ ആകുമ്പം 0 എന്ന് കിട്ടി, ബാക്കി -1. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. റൈറ്റ്, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിയോ? വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ ഈ ഡിറ്റർമിനന്റ് അങ്ങ് എക്സ്പാൻഡ് ചെയ്തു. കാരണം നമുക്കറിയാം ഇതിൻ്റെ സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് ഈ 2 എലമെന്റ്സും 0 ആയതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമാണ്. റൈറ്റ്, അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് 1 ഒമേഗ സ്ക്വയർ ഒമേഗ റേഷ്യോ 7 എന്ന് കിട്ടി. ഈ 2 ടേംസ് 0 ആയതുകൊണ്ട് എക്സ്പാൻഷനിൽ ഇത്രയും വരത്തുള്ളൂ എന്നൊക്കെ ആൾക്കാർ പഠിച്ചതാണ്. +2 നന്നായിട്ട് പഠിച്ച കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പം 3 ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഒമേഗ റേഷ്യോ 7 മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ബ്രാക്കറ്റ് ഞാൻ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ദാറ്റ് ഈസ് 3 ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് 1. ഒമേഗ റേഷ്യോ 7 വാല്യൂ ഓൾറെഡി ഒമേഗയാണെന്ന് നമുക്കറിയാമല്ലോ. മൈനസ് ഇതങ്ങ് ഒമേഗ റേഷ്യോ 4 എന്നായില്ലേ പ്രിയപ്പെട്ടവർ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു മൈനസ് ഒമേഗ ക്യൂബ് മൈനസ് ഒമേഗ
മൈനസ് ഒമേഗ റേസ് ടു 4 എന്ന് വരും. മക്കളെ ഒമേഗ റേസ് ടു 4ന്റെ വാല്യൂ എത്രയാണെന്നറിയാമോ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഒമേഗ റേസ് ടു 4? ഇതിനെ എനിക്ക് ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ റേസ് ടു 1 എന്ന് എഴുതിക്കൂടി. ഇതിനെ എനിക്ക് 1 ഇൻറ്റു ഒമേഗ അഥവാ ഒമേഗ എന്ന് എഴുതിക്കൂടി. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 3 ഇൻറ്റു മൈനസ് ഒമേഗ ക്യൂബ് മൈനസ് ഒമേഗ എന്ന് കിട്ടിയില്ലേ? ദാറ്റ് ഈസ് 3 ഇൻറ്റു മൈനസ് ഒമേഗ ക്യൂബ് മൈനസ് 2 ഒമേഗ എന്ന് കിട്ടിയില്ലേ? ഇനി സാർ എന്താണെന്നറിയാം, ഈ രണ്ട് ടേമിൽ നിന്നും മൈനസിന് വെളിയിൽ എടുത്താൽ മൈനസ് 3 ഇൻറ്റു 1 ഒമേഗയുടെ ക്യൂബ് 1 ആണല്ലോ, 1 പ്ലസ് 2 ഒമേഗ എന്ന് കിട്ടത്തില്ലേ? ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി 1 പ്ലസ് 2 ഒമേഗ? സെഡ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? മൈനസ് 3 ഇൻറ്റു സെഡ് എന്ന് കിട്ടിയില്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ 3k എന്നല്ലായിരുന്നു. നമുക്കത് മൈനസ് 3 ഇൻറ്റു സെഡ് എന്നല്ലേ കിട്ടിയത്? വാല്യൂ ഓഫ് കെ ഇസ് ഈക്വൽ ടു മൈനസ് സെഡ് ആണെന്ന് ഈസി ആയിട്ട് എഴുതാം. ഇതായിരുന്നു 2017 ജെഇക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ആൻസർ ഈസ് -2. ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. റൈറ്റ്, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ ഒരു 3/3 ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് എ എന്നും സി ഈസ് ഈക്വൽ ടു 5a എന്നും തന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ബി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് സി. റൈറ്റ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പരീക്ഷയ്ക്ക് പോലും പല വർഷങ്ങളിലെയും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സാർ ഒന്ന് പറഞ്ഞുതരും. അതിനു മുമ്പ് എന്തായിരുന്നു അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു മെട്രിക്സിന്റെ എലമെന്റുകളിൽ നിന്നും മൈനേഴ്സ്, സൈൻഡ് മൈനറുകളെ കോഫാക്ടറുകൾ എന്ന് വിളിച്ച് ആ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെ വിളിച്ചിരുന്ന പേരാണ് പ്രിയപ്പെട്ടവരെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. ഒരു 2/2 ഓർഡറിലുള്ള സ്ക്വയർ മെട്രിക്സ് തന്നാൽ എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് 2, 3, 4, 5 ആണെങ്കിൽ ഇതിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മെയിൻ ഡയഗണലുകളെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുക, മറ്റ് എലമെന്റ്സിന്റെ സിമ്പൽ മാറ്റുക. ഇങ്ങനെയായിരുന്നു ഒരു 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് ടെക്നിക്സ് എന്ന് പഠിച്ചിട്ടുണ്ട് ആൾക്കാർ. റൈറ്റ്, ഇനി നമ്മൾ ഈ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ചില പ്രധാനപ്പെട്ട അഡ്ജോയിന്റിന്റെ പ്രോപ്പർട്ടീസ് വെച്ചായിരിക്കും. അപ്പോൾ സാർ ആ നോട്ട് പറഞ്ഞു തരാം. ഈ നോട്ട് കൃത്യമായിട്ട് ബുക്കിൽ കോപ്പി ചെയ്ത് വെച്ചേക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും യൂസ്ഫുൾ ആയിരിക്കും. റൈറ്റ്, നോട്ട് ഫസ്റ്റ് നോട്ട് ഇങ്ങനെയാണ്: a into adj is equal to determinant of a into i. ഒരു മെട്രിക്സിനെ അതിന്റെ അഡ്ജോയിന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിറ്റർമിനന്റ് ഓഫ് a into i കിട്ടുമെന്ന് ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ നോട്ട് ശ്രദ്ധിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് adj എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് a the whole raised to n-1 ആണ്. n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് മെട്രിക്സ് എ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. മെട്രിക്സ് എയുടെ ഓർഡർ ആയിരിക്കും. മൂന്നാമത്തെ നോട്ട് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ: അഡ്ജോയിന്റ് ഓഫ് adj എന്ന് എവിടെയെങ്കിലും ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്ത് വരുമെന്ന് അറിയാവോ? ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ റൈസ് ടു n-2 ഇൻറ്റു എ മെട്രിക്സ് ആണ്. ഇവിടെയും n എന്ന് പറഞ്ഞാൽ സെയിം ഓർഡർ ഓഫ് എ തന്നെ ആയിരിക്കും. നാലാമത്തത് മോഡുലസ് ഓഫ് അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് adj എന്ന് എവിടെ കണ്ടാലും ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ റൈസ് ടു n-1ന്റെ സ്ക്വയർ. ഇവിടെയും n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് എ ആയിരിക്കും എന്ന് മുഴുവൻ ആൾക്കാരും അറിഞ്ഞിരിക്കുക. ഇതാണ് അഡ്ജോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട നോട്ട്. a ഇൻറ്റു adj എന്നറിയാം. റൈറ്റ്, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. അവിടെ എന്താ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? വി ഹാവ് ടു ഫൈൻഡ് എ മോഡ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് സി എന്നല്ലേ പ്രിയപ്പെട്ടവര്? അപ്പൊ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വളരെ ക്ലെവർ ആയിട്ട് നമുക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് മോഡ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? അഡ്ജോയിന്റ് ഓഫ് എ അല്ലേ? അപ്പൊ ബിയുടെ സ്ഥാനത്ത് സാർ എന്തിട്ട് കൊടുത്തു? അഡ്ജോയിന്റ് ഓഫ് എ എന്നിട്ട് കൊടുത്തു. കാരണം ബി എന്ന് പറഞ്ഞാൽ adj എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 5a എന്നായില്ലേടാ? 5a എന്നായി. ഗുണം എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ
മൊത്തം എയിലോട്ട് മാറ്റി, മെട്രിക്സ് എയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാം. റൈറ്റ്? ഇനി നമ്മൾ ഇപ്പോൾ പഠിച്ച നോട്ട് ഓർമ്മയുണ്ടോ? ഡിറ്റർമിനന്റ് അഡ്ജ് എയുടെ വാല്യൂ എത്ര പഠിച്ചേക്കുന്നേ? ഡിറ്റർമിനന്റ് അഡ്ജ് എയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ റൈസ് ടു n-1 ന്റെ സ്ക്വയർ ആണ്. വേർ n ഈസ് ദ ഓർഡർ എന്ന് പഠിച്ചിട്ടില്ലേ? അതിന് പ്രകാരം ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാന്ന് പറഞ്ഞ മക്കളെ? ഡിറ്റർമിനന്റ് ഓഫ് എ the whole raised to n-1 in the square divided by, ഇനി ഡിറ്റർമിനന്റിന്റെ ഒരു പ്രോപ്പർട്ടി പഠിച്ചോളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിറ്റർമിനന്റ് ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു എ എന്ന് പറയുന്നത്, എ ഒരു n ഓർഡർ ഉള്ള ഡിറ്റർമിനന്റ്, അതായത് n/n ഓർഡർ ഉള്ള ഡിറ്റർമിനന്റ് ആണെന്ന് വിചാരിക്കുക. k ഇൻറ്റു എയുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് k raised to n into a മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആണെന്ന് പറഞ്ഞു വെച്ചേക്കുക. റൈറ്റ്? ഇത് NCERT +2 സിലബസിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ എഴുതാം? എ ഒരു 3/3 ഓർഡറിലുള്ള സ്ക്വയർ മെട്രിക്സ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഡിറ്റർമിനന്റ് ഓഫ് 5a സാറ് 5³ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് എഴുതാം. റൈറ്റ്? ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു n എന്ന് പറഞ്ഞാൽ എയുടെ ഓർഡർ അല്ലേ? 3 - 1 എത്ര മക്കളെ? 2 കിട്ടും. 2ന്റെ സ്ക്വയർ എത്ര? 4 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് കിട്ടി. ആര് ക്യാൻസൽ ആയിപ്പോയി? ഇത് ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, എത്ര കിട്ടി നമുക്ക് ഇവിടം വരെ? ഡിറ്റർമിനന്റ് ഓഫ് എയുടെ ക്യൂബ് ഡിവൈഡഡ് ബൈ 125 എന്ന് കിട്ടി. റൈറ്റ്? ഇനി സാറ് ഒരു പ്രോബ്ലത്തിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഡിറ്റർമിനന്റ് ഓഫ് എ 3/3 മെട്രിക്സ് കണ്ടുപിടിക്കാൻ സാറ് ഒരു ഡയഗണൽ മെത്തേഡ് എന്നൊരു ട്രിക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അതങ്ങ് വർക്ക് ചെയ്യാം. റൈറ്റ്? അപ്പോൾ ഇത് നോട്ട് ചെയ്തു, ഇവിടം വരെ കോപ്പി ചെയ്തെന്ന് സാർ വിശ്വസിക്കുന്നു. ഇതിന്റെ ബാക്കി ശ്രദ്ധിക്കുക. അപ്പം ഈ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ വേണ്ടി സാറ് പ്രോബ്ലം ഒരു മെട്രിക്സ് മെത്തേഡ് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചൊരു മെട്രിക്സ് മെത്തേഡ് അല്ല, സോറി മിസ്റ്റേക്ക് പറ്റിയാണ്, ഡയഗണൽ മെത്തേഡ് പറഞ്ഞുതരാം കേട്ടോ. മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ x = a ഇൻവേഴ്സ് b സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മെട്രിക്സ് മെത്തേഡ്. നമുക്കിവിടെ ഡയഗണൽ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഡിറ്റർമിനന്റ് ഓഫ് എ 3/3 മെട്രിക്സ് എന്ന് സാറ് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ചെയ്യുന്ന എക്സ്പാൻഷൻ കൂടാതെ ഒരു ഡയഗണൽ മെത്തേഡ് ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. റൈറ്റ്? അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാം? നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ അല്ലേ മക്കളെ വേണ്ടത്? അപ്പം എയുടെ എലമെന്റ്സ് ആരൊക്കെയാ? 1 -1 1 0 2 -3 2 1 0 ആ എലമെന്റ്സ് എഴുതി. ഇനി ഇതിന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും കോളം റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോളം ഓഫ് ദ ഗിവൺ ഡിറ്റർമിനന്റ്. റൈറ്റ്? 1 0 2 -1 2 1 എന്ന് കിട്ടി. റൈറ്റ്? നമുക്ക് ഇതാണ് എൻ്റെ സെറ്റപ്പ് എന്ന്. ഡയഗണൽ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ ഡിറ്റർമിനന്റ് ഓഫ് എ 3/3 മെട്രിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്? അപ്പോൾ ഇനി ഇതിന് 2 സ്റ്റെപ്പുകളാണ് സാർ പറയുന്നത്. 3 സ്റ്റെപ്പുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ല, ഒന്നാമത്തെ സ്റ്റെപ്പ് വി വിൽ ഫൈൻഡ് ഔട്ട് S1. ഈ S1 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഡയഗണൽ എലമെന്റ്സിനെ ക്ലബ് ചെയ്യണം. കണ്ടോ? 1 2 0 ഫസ്റ്റ് ഡയഗണൽ എലമെന്റ് കിട്ടി. -1 -3 2 സെക്കൻഡ് സെറ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് കിട്ടി. 1 0 1 തേർഡ് സെറ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് കിട്ടി. റൈറ്റ്? ഇനി S1 എന്ന് പറയുന്നത് 1 × 2 × 0 പ്ലസ് -1 × -3 × 2 പ്ലസ് 1 × 0 × 1 അല്ലേ? ഇതിന്റെ ആൻസർ 0, ഇതിന്റെ ആൻസർ 0, ഇതിന്റെ ആൻസർ 6. അപ്പോൾ S1ന്റെ വാല്യൂ എത്ര കിട്ടി മക്കളെ? 6 എന്ന് കിട്ടി. റൈറ്റ്? ഇനി ഇതേപോലെ ഞാൻ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യുക. 1 -1 1 0 2 -3 2 1 0 1 -1 0 2 and 2 1. നാം കണ്ടുപിടിക്കേണ്ട ഡിറ്റർമിനന്റ് എഴുതി. ഫസ്റ്റും സെക്കൻഡും കോളം വീണ്ടും റിപ്പീറ്റ് ചെയ്തു. റൈറ്റ്? ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ വി വിൽ ഹാവ് ടു ഫൈൻഡ് S2 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ താഴോട്ട് ഡയഗണൽ എടുത്തതുപോലെ ഇവിടെ മുകളിലോട്ട് ഡയഗണൽ എങ്ങനെ എടുക്കുമെന്ന് അറിയാവോ? 2 2 1 ഫസ്റ്റ് സെറ്റ് ഓഫ് ഡയഗണൽസ്, സെക്കൻഡ് സെറ്റ് ഓഫ് ഡയഗണൽസ് and third set of diagonals. അപ്പോൾ ഈ ടെക്നിക്കാണ് ഡയഗണൽ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഡിറ്റർമിനന്റ് ഓഫ് എ 3/3 മെട്രിക്സ് എന്ന് പറയുന്നത്. റൈറ്റ്? ഇനി S2 എന്ത് വരും? 2 × 2 × 1 പ്ലസ് 1 × -3 × 1 പ്ലസ് 0 × 0 × -1 വരത്തില്ലേ? ഇത് 4,
ഇത് -3, ഇത് 0. അപ്പോൾ മക്കളെ S2ന്റെ വാല്യൂ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. ഫൈനലി ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് S1 - S2 ആണ്. ദാറ്റ് ഈസ് 6 - 1. എത്ര കിട്ടിയ ആൻസർ? 5. അപ്പോൾ നമുക്ക് പൊതുവേ ബാങ്കിൻ്റെ ഒക്കെ കോച്ചിങ് സെൻറ്ററിൽ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ട്രിക്കായിട്ട് പഠിക്കുന്ന മെത്തേഡാണ് ഈ പറഞ്ഞ പോലെ ഡയഗണൽ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഡിറ്റർമിനന്റ് ഓഫ് എ 3x3 മെട്രിക്സ്, റൈറ്റ്? ഇനി ആ വാല്യൂ നമ്മുടെ ഇതിനകത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? therefore ആൻസർ വിൽ ബി ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ 5 അല്ലേ? 5ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 125. 125 by 125 ആൻസർ എത്ര കിട്ടി? 1. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി 1 ആണ്. The number of values of k for which the system of equation k plus 1x plus 8y is equal to 4k, kx plus k plus 3y is equal to 3k minus 1 has no solution is. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഡിറ്റർമിനൻസിൻ്റെ ആപ്ലിക്കേഷനായ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനും അവയുടെ നേച്ചർ കണ്ടുപിടിക്കാനുമാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനിലൂടെ ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്ന ടെക്നിക്കും അവയുടെ നേച്ചർ മനസ്സിലാക്കുന്ന ടെക്നിക്കും ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യനിലോട്ട് വരും. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക, റൈറ്റ്? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം? ax plus by is equal to c, a1x plus b1y is equal to c1, a2x plus b2y is equal to c2 എന്ന് പറയുന്ന a pair of linear non-homogeneous equations consider ചെയ്തു. a pair of linear non-homogeneous equation consider ചെയ്തു. +2 നമ്മൾ മെട്രിക്സ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. a കോഎഫിഷ്യന്റ് മെട്രിക്സ്, x അൺനോൺ മെട്രിക്സ്, ബി കോൺസ്റ്റന്റ് മെട്രിക്സ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നൊക്കെ ആൾക്കാർ +2 പഠിച്ചതാണ്. നമ്മൾ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡായിരിക്കും ഇവിടെ പഠിക്കുക, റൈറ്റ്? അപ്പം ഇത് എ പെയർ ഓഫ് ലീനിയർ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്ന ടെക്നിക്കും ഇവയുടെ നേച്ചേഴ്സിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ ചെയ്യും, റൈറ്റ്? ശ്രദ്ധിച്ചു കേട്ടോ. ആദ്യം ഡെൽറ്റ നമുക്കൊരു ഡെൽറ്റ ഫോം ചെയ്യാം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ determinant of a1 b1 a2 b2 coefficient matrix inde determinant value delta is equal to determinant of a1 b1 a2 b2. secondly delta 1 കണ്ടുപിടിക്കണം. എന്താ delta 1 എന്ന് ചോദിച്ചാൽ ആ ഫസ്റ്റ് കോളം ഇല്ലേ, അതായത് എക്സിന്റെ കോഎഫിഷ്യൻസ് ഇല്ലേ, അവയെ കോൺസ്റ്റന്റ് ടേമുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും മക്കളെ? c1 c2 and b1 b2 എന്ന് കിട്ടും. അതുപോലെ ഡെൽറ്റ 2 എന്താ? ഡെൽറ്റ 2 എന്നറിയാവോ? ആ സെക്കൻഡ് കോളത്തെ, അതായത് വൈയുടെ കോഎഫിഷ്യന്റുകളെ കോൺസ്റ്റന്റ് ടേമുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും മക്കളെ? ഡിറ്റർമിനന്റ് ഓഫ് a1 a2 and c1 c2. നമ്മുടെ സ്റ്റെപ്പ് 1 എന്താ? ഡെൽറ്റ 1 ഡെൽറ്റ 2 ഫോം ചെയ്യുക, റൈറ്റ്? ഇനി കേസ് 1 ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ആ ഡിറ്റർമിനന്റ് വാല്യൂ ഡെൽറ്റ കണ്ടുപിടിക്കുമ്പം 0 അല്ല എന്ന് കിട്ടില്ല. ഇഫ് ഡെൽറ്റ ഈസ് നോട്ട് ഈക്വൽ ടു 0, ഡെൽറ്റയുടെ വാല്യൂ 0 അല്ല എങ്കിൽ, എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ല എങ്കിൽ ഈ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ്. ഈ സിസ്റ്റം എന്താണ്? കൺസിസ്റ്റന്റ് ആണ് വിത്ത് യുണീക് സൊല്യൂഷൻ എന്ന് പറയും. വിത്ത് യുണീക് സൊല്യൂഷൻ എന്ന് പറയും. ആ സൊല്യൂഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ 1 ബൈ ഡെൽറ്റയും y ഇസ് ഈക്വൽ ടു ഡെൽറ്റ 2 ബൈ ഡെൽറ്റയാണ്. അപ്പോൾ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? ഈ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ എൻട്രൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സിസ്റ്റം ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അവയെ സോൾവ് ചെയ്യുന്ന ടെക്നിക്കും അവയുടെ നേച്ചറിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഡെൽറ്റ കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. ഡെൽറ്റ 1 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റീപ്ലേസിങ് ഫസ്റ്റ് കോളം ഓർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോൺസ്റ്റന്റ് ടേംസ്. ഡെൽറ്റ 2 എങ്ങനെ കിട്ടിയേ? റീപ്ലേസിങ് കോഎഫിഷ്യന്റ് ഓഫ് വൈ ഓർ സെക്കൻഡ് കോളം വിത്ത് കോൺസ്റ്റന്റ്സ് എന്നാണ്, റൈറ്റ്?
ഡെൽറ്റ 1 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ കേസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലേ സിസ്റ്റം കൺസിസ്റ്റന്റ് വിത്ത് യുണീക്ക് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. എക്സിനും വൈക്കും ഓരോ വാല്യൂസ് കിട്ടത്തുള്ളൂ. റൈറ്റ്? കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സാർ രണ്ടാമത്തെ കേസ് പറയട്ടെടാ. അഥവാ ഡെൽറ്റ 0 ആയി പോയി എന്ന് വിചാരിച്ചു. ഡെൽറ്റ 0 ആയി കഴിഞ്ഞാൽ യുണീക്ക് സൊല്യൂഷൻ കിട്ടത്തില്ല. ഡെൽറ്റ അങ്ങ് 0 ആയി പോയി എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം ഡെൽറ്റ 3ഉം ചെക്ക് ചെയ്യും. ഡെൽറ്റ 0 അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, കൺസിസ്റ്റന്റ് ആണ്, യുണീക്ക് സൊല്യൂഷൻ ആണ്. എക്സിന്റെ വില കണ്ടുപിടിക്കാൻ ഡെൽറ്റ 1 ഡെൽറ്റയും വൈയുടെ വില കണ്ടുപിടിക്കാൻ ഡെൽറ്റ 2 ഡെൽറ്റ 2 മാത്രം ചെയ്താൽ മതി. ഇനി ഡെൽറ്റ 0 ആണെങ്കിലോ? ഡെൽറ്റ 0 ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം ഡെൽറ്റ 3ഉം ചെക്ക് ചെയ്യുകയും ഇത് മൂന്നും 0 ആയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? കൺസിസ്റ്റന്റ് വിത്ത് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ. കൺസിസ്റ്റന്റ് ആണ്, പക്ഷെ എന്താണ്? ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആവുമെന്നാ പറഞ്ഞത്. ഇനി ഇതിന്റെ മൂന്നാമത്തെ കേസ് സാർ പറഞ്ഞു തരട്ടെ. കേസ് 3 കേട്ടോ മക്കളെ. ഡെൽറ്റ 0 ആവുകയും ഡെൽറ്റ എന്തായി? 0 ആവുകയും എനി വൺ ഓഫ് ഡെൽറ്റ 1 or delta 2 or delta 3 not equal to 0. delta 1 or delta 2 or delta 3 means delta 3 ഉണ്ടെങ്കിൽ നമ്മൾ delta 3 വന്ന എപ്പോഴാണെന്ന് അറിയാം? ഇതൊരു പിന്നെ z വേരിയബിൾ 3 വേരിയബിൾ വരുമ്പോഴാണ്. സാർ തൽക്കാലം ഇതങ്ങ് മായ്ച്ചേക്കാം. 2 വേരിയബിൾ വെച്ചൊന്ന് പറയാം. ഓക്കെ, എനി വൺ ഓഫ് ഡെൽറ്റ 1 or delta 2 not equal to 0 എന്ന് വന്നാൽ, not equal to 0 എന്ന് വന്നാൽ നമുക്ക് എന്ത് വിളിക്കാം? ഇൻകൺസിസ്റ്റന്റ് and no solution എന്ന് പറയും. റൈറ്റ്? ഇൻകൺസിസ്റ്റന്റ് ആൻഡ് നോ സൊല്യൂഷൻ എന്ന് പറയും. ഇതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ഇതിനെ ക്രേമേഴ്സ് റൂൾ എന്ന് പറയും. ക്രാമേഴ്സ് റൂൾ എന്ന് പറയാറുണ്ട് ആൾക്കാർ. റൈറ്റ്? അപ്പോൾ ഈ സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലീനിയർ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. നമുക്കിത് 2 വേരിയബിളിലാണ് സാർ ചെയ്തത്. ഇസഡൂടെ വരുന്ന കേസ് വന്നാൽ സെയിം ആണ്. ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 3 എന്ന് വരുമെന്നേ ഉള്ളൂ. അപ്പോൾ കേസ് 1 എന്താ? ഈ കിട്ടിയ ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലാണ് കൺസിസ്റ്റന്റ് വിത്ത് യുണീക്ക് സൊല്യൂഷൻ ആവുക. റൈറ്റ്? ആ സൊല്യൂഷൻസ് എന്താ? എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ 1 ഡെൽറ്റയും വൈ ഇസ് ഈക്വൽ ടു ഡെൽറ്റ 2 ഡെൽറ്റയാണ്. കേസ് 2 എന്താ മക്കളെ? ഡെൽറ്റ 0 ആയി പോയെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം ഡെൽറ്റ 3ഉം ചെക്ക് ചെയ്യും. അത് മൂന്നിന്റെയും വാല്യൂ 0 ആണെങ്കിൽ ആ കൺസിസ്റ്റന്റ് വിത്ത് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ എന്ന് പറയാം. കൺസിസ്റ്റന്റ് ആണ്, ബട്ട് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണ്. ഓർത്ത് വെച്ചോണേ. ഇനി കേസ് 3 ആണ്. ഡെൽറ്റ 0 ആവുകയും ഡെൽറ്റ 1ഓ ഡെൽറ്റ 2ഓ ഡെൽറ്റ 3ഓ ഏതെങ്കിലും ഒരെണ്ണം നോട്ട് ഈക്വൽ ടു 0 വന്നാൽ ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും ഇവ വിത്ത് നോ സൊല്യൂഷൻ എന്നാണ് പഠിക്കേണ്ടത്. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ട നോൺ ഹോമോജീനിയസിന്റെ ടെക്നിക് എന്ന് പറയുന്നത്. റൈറ്റ്? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. The number of values of k for which system of equation has no solution എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നത് നോക്കിക്കേ മക്കളെ. a1x b1y is equal to c1, a2x b2y is equal to c2 എന്ന് പറയുന്ന 2 വേരിയബിളുകളുള്ള ലീനിയർ ആയിട്ടുള്ള നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ അല്ലേ ബോർഡിൽ കിടക്കുന്നു. അവയ്ക്ക് നോ സൊല്യൂഷൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നോ സൊല്യൂഷൻ ആവുന്ന കേസ് എപ്പോഴാണ്? തേർഡ് കേസ് ആണ്. എന്താ തേർഡ് കേസ്? ഡെൽറ്റ 0 ആവുകയും ഡെൽറ്റ 1ഓ ഡെൽറ്റ 2ഓ ഡെൽറ്റ 3ഓ ഏതെങ്കിലും ഒരെണ്ണം നോട്ട് ഈക്വൽ ടു 0 ആവുകയും ചെയ്യണം. റൈറ്റ്? അപ്പോൾ നമുക്ക് ഡെൽറ്റ ഈക്വൽ ടു 0 എന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താ നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ? ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് a1 b1 a2 b2 എന്നല്ലേ മക്കളെ പഠിച്ചു വെച്ചേക്കുന്നത്. ഡിറ്റർമിനന്റ് ഓഫ് k+1 k 8 k+3 എന്ന് കിട്ടി. ഇത് ഈക്വൽ ടു 0 ആണെന്ന് തന്നിട്ടുണ്ട്. എന്താ മക്കളെ ഡെൽറ്റ 1 എന്ന് പറയുന്നത്? 4k 3k - 1, അതായത് എക്സിന്റെ കോഎഫിഷ്യൻസ് അടങ്ങിയ ഫസ്റ്റ് കോളത്തിനെ കോൺസ്റ്റന്റ് ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യുക. 4k 3k - 1 8ഉം k+3 അല്ലേ ഡെൽറ്റ 1. ഡെൽറ്റ 2 എത്ര കിട്ടിയത്? k+1 k 4k 3k - 1 എന്ന് കിട്ടിയില്ലേ? എന്താ ചെയ്തത്? നമ്മൾ സെക്കൻഡ് കോളത്തിനെ, അതായത് വൈയുടെ കോഎഫിഷ്യന്റിനെ കോൺസ്റ്റന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. എന്താ? ഡെൽറ്റ അത്രയുള്ള ഡെൽറ്റ 2 അല്ലേ ഉള്ളൂ.
ഇനി നമുക്ക് ഡെൽറ്റ ഈക്വൽ ടു 0 ആണ്. നോ സൊല്യൂഷൻ ആകുമ്പോഴുള്ള കേസ് ഏതാ? ഡെൽറ്റ ഈക്വൽ ടു 0 ആവുകയും ഡെൽറ്റ 1ഓ ഡെൽറ്റ 2ഓ നോട്ട് ഈക്വൽ ടു 0 ആവുകയും ചെയ്യണം. നമുക്ക് ഡെൽറ്റ ഈക്വൽ ടു 0 ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. k plus 1 into k plus 3 minus 8k എന്ന് കിട്ടും. റൈറ്റ്? k സ്ക്വയർ പ്ലസ് 3k പ്ലസ് k പ്ലസ് 3 മൈനസ് 8k എന്ന് കിട്ടി. k സ്ക്വയർ മൈനസ് 5k സോറി മൈനസ് 4k പ്ലസ് 3 എന്ന് കിട്ടി. ഇതിനെ k സമ്മ് മൈനസ് 4 k മൈനസ് 3 ഇൻറ്റു k മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ k ഇസ് ഈക്വൽ ടു 3ഉം k ഇസ് ഈക്വൽ ടു 1ഉം. എനിക്ക് ഡെൽറ്റ ഈക്വൽ ടു 0 ഇട്ട് കൊടുത്തപ്പോൾ kക്ക് 3ഉം 1ഉം എന്ന് രണ്ട് വാല്യൂ കിട്ടി. റൈറ്റ്? ഇനി ഡെൽറ്റ 1ലോട്ട് ഈ kയുടെ വാല്യൂ 3 എന്ന് ഇട്ട് കൊടുത്ത് നോക്കിയാൽ മക്കളെ എത്ര കിട്ടൂടാ? 4 ഇൻറ്റു 3 8 3 ഇൻറ്റു 3 മൈനസ് 1 3 പ്ലസ് 3 എന്ന് കിട്ടി. എത്ര കിട്ടി ആൻസർ? 12 8 8 6 എന്ന് കിട്ടി. ഇതൊന്ന് ഗുണിച്ച് നോക്കിക്കേ. 72 മൈനസ് 64 നോട്ട് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ 3. പിന്നെ ഈ ഡെൽറ്റ 2 ഇട്ട് കൊടുക്കാം. നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് 3 പ്ലസ് 1 4 ഇൻറ്റു 3 3 ഇൻറ്റു 3 മൈനസ് 1 എന്ന് കിട്ടിയില്ലേ? എത്ര കിട്ടി ആൻസർ? 4 12 3 8 എന്ന് കിട്ടിയില്ലേ? 32 മൈനസ് 36 ഇതും നോട്ട് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ നമുക്ക് കെയുടെ ഒരു വാല്യൂ 3 എന്ന് കീപ്പ് ചെയ്യാം. കാരണം എന്താ? ഡെൽറ്റ 0 ആവുകയും ഡെൽറ്റ 1ഓ ഡെൽറ്റ 2ലെയോ ഏതെങ്കിലും ഒരാൾ 0 അല്ലാതെ ഏതെങ്കിലും ഒരാളെങ്കിലും 0 അല്ലാതെ വന്നാൽ നമുക്കത് നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൂടി. ഇവിടെ സാറിന് k ഇസ് ഈക്വൽ ടു 3 കിട്ടി. ഈ കിട്ടിയ 3യുടെ വാല്യൂ ഞാൻ ഡെൽറ്റ 1ൽ പ്ലേസ് ചെയ്തപ്പോഴും 0 കിട്ടിയില്ല, ഡെൽറ്റ 2ൽ പ്ലേസ് ചെയ്തപ്പോഴും 0 കിട്ടിയില്ല. അപ്പോൾ കെയുടെ ഒരു വാല്യൂ എത്രയാണ്? 3 ആണെന്ന് മനസ്സിലായി. ഒരു വാല്യൂ 3 ആണെന്ന് മനസ്സിലായി. ഇനി സാറ് കെയുടെ വാല്യൂ 1 കീപ്പ് ചെയ്യാം. കെയുടെ വാല്യൂ 1 കീപ്പ് ചെയ്യുമ്പം ഡെൽറ്റ 1 എന്താ വരും കൂടാ? 4 8 2 4 16 മൈനസ് 16 എത്ര കിട്ടി ആൻസർ? 0 കിട്ടി. ഡെൽറ്റ 2 എത്ര വരും മക്കളെ? 2 8 2 നമ്മൾ 1 അല്ലേ കീപ്പ് ചെയ്തത്? 2 4 1 2 4 മൈനസ് 4 0 കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ കെയുടെ വാല്യൂ 1 കീപ്പ് ചെയ്യുമ്പം ഡെൽറ്റ 0 ആയപ്പോഴല്ലേ കെയുടെ വാല്യൂ 1 കിട്ടിയത്? ആ കെയുടെ വാല്യൂ 1 കീപ്പ് ചെയ്തപ്പം ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം 0 കിട്ടുന്നില്ലേ? അപ്പോൾ ഇവയ്ക്ക് നോ സൊല്യൂഷൻ അല്ലല്ലോ. കെ 1 ആവുമ്പം ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ അല്ലേ വരിക. അപ്പോൾ ഇത് നമ്മുടെ കണ്ടീഷനിൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വാല്യൂവേ ഉള്ളൂ, അത് k ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ സാർ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം. നമുക്ക് ഈ തന്നിരിക്കുന്നത് ലീനിയർ ഇക്വേഷൻ, നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ്റെ പേരാണ്. അവയ്ക്ക് 3 കണ്ടീഷൻസ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ കണ്ടുപിടിക്കുന്നു. ആ ഡെൽറ്റയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് യുണീക്ക് സൊല്യൂഷനും കൺസിസ്റ്റൻറ്റും ആണെന്നും പറയാം. എക്സിൻ്റെ വാല്യൂ ഡെൽറ്റ 1 ബൈ ഡെൽറ്റ, വൈയുടെ വാല്യൂ ഡെൽറ്റ 2 ബൈ ഡെൽറ്റ എന്ന് കിട്ടും. ഇനി അഥവാ ഡെൽറ്റ 0 ആണോ എങ്കിൽ നമ്മൾ ഡെൽറ്റ 1ഓ ഡെൽറ്റ 2ഓ ഡെൽറ്റ 3ഓ ചെക്ക് ചെയ്ത് അത് 3ഉം 0 കിട്ടിയാൽ കൺസിസ്റ്റൻ്റ് വിത്ത് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ എന്ന് കിട്ടും. നമുക്ക് ഡെൽറ്റ 0 ആവുകയും ഡെൽറ്റ 1ഓ ഡെൽറ്റ 2ഓ ഏതെങ്കിലും ഒരെണ്ണം നോൺ 0 കിട്ടുകയും ചെയ്താൽ അത് ഇൻകൺസിസ്റ്റൻറ്റും നോ സൊല്യൂഷനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നോ സൊല്യൂഷൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നോ സൊല്യൂഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താ? ഡെൽറ്റ ഈക്വൽ ടു 0 ആവണം. ഡെൽറ്റ 1ഓ ഡെൽറ്റ 2ലെ ഏതെങ്കിലും ഒരെണ്ണം നോൺ 0 കിട്ടണം. അപ്പോൾ സാർ ഡെൽറ്റ ഈക്വൽ ടു 0 വെച്ച് കണക്ക് ചെയ്തു. അത് സോൾവ് ചെയ്തപ്പോൾ സാറിന് കെയ്ക്ക് 3 എന്നും കെയ്ക്ക് 1 എന്നും 2 വാല്യൂസ് കിട്ടി. സാർ ആദ്യം കെയുടെ വാല്യൂ 3 ഡെൽറ്റ 1ലും ഡെൽറ്റ 2ലും ഇട്ട് കൊടുത്തപ്പോൾ 2 നോൺ നെഗറ്റീവ് കിട്ടി. അതായത് ഡെൽറ്റ 0 ആവുകയും ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം 0 ആവാതിരിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നോ സൊല്യൂഷനാണ് ഇൻകണ്ട്. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു 3 കറക്റ്റാണ്, മാച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ കെ ഇസ് ഈക്വൽ ടു 1 സാർ ഡെൽറ്റ 1ലും ഡെൽറ്റ 2ലും ഇട്ട് കൊടുത്തപ്പോൾ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം 0 ആയില്ലേ? ഡെൽറ്റ 0 ആവുകയും ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം 0 ആവുകയും ചെയ്താൽ അത് നോ സൊല്യൂഷൻ എന്നല്ല പഠിച്ചത്.
എന്താ പഠിച്ചത്? ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു വാല്യൂ ഈ കണക്കിന് മാച്ച് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കെയുടെ ഒരൊറ്റ വാല്യൂ ഉണ്ട്. അത് ഏത് വാല്യൂ ആണ്? കെ ഇസ് ഈക്വൽ ടു 3ക്ക് മാത്രമേ നോ സൊല്യൂഷൻസ് ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. The system of linear equation x plus lambda y minus z is equal to 0, lambda x minus y minus z is equal to 0, x plus y minus lambda z is equal to 0 has a trivial solution. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ കണക്കിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സിസ്റ്റം ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷനുകളെ സോൾവ് ചെയ്യുകയും അവയുടെ നേച്ചർ കണ്ടുപിടിക്കുകയും കണ്ടുപിടിച്ച കണ്ടീഷനാണ്. എന്തായിരുന്നു ഓർമ്മയുണ്ടോ? a1x plus b1y is equal to c1, a2x plus b2y is equal to c2 കിട്ടിയാൽ ഡെൽറ്റ എന്തായിരുന്നു? a1 b1 a2 b2. ഡെൽറ്റ 1 എന്തായിരുന്നു? c1 c2 b1 b2. നമ്മൾ എന്താ ചെയ്തേ? എക്സിന്റെ കോഎഫിഷ്യൻസിനെ കോൺസ്റ്റന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഡെൽറ്റ 2 എന്തായിരുന്നു? ഡിറ്റർമിനന്റ് ഓഫ് a1 a2 c1 c2. എന്താ ചെയ്തേ? ആ വൈയുടെ കോഎഫിഷ്യൻസിനെ കോൺസ്റ്റന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. 3 കേസസ് അല്ലേ പഠിച്ചത്? ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 ആയാൽ കൺസിസ്റ്റന്റ് വിത്ത് യുണീക്ക് സൊല്യൂഷൻ എന്ന് പഠിച്ചില്ലേ? അതായത് എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ 1 ബൈ ഡെൽറ്റയും വൈ ഇസ് ഈക്വൽ ടു ഡെൽറ്റ 2 ബൈ ഡെൽറ്റ 2 ബൈ ഡെൽറ്റ കിട്ടുമെന്നും പഠിച്ചു. ഡെൽറ്റ 0 ആവുകയും ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം ഡെൽറ്റ 3 മൂന്നും 0 ആയാൽ അവയും കൺസിസ്റ്റന്റ് വിത്ത് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ എന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഇനി മൂന്നാമത്തെ കേസിൽ ഡെൽറ്റ 0 ആവുകയും ഡെൽറ്റ 1ഓ ഡെൽറ്റ 2ഓ ആരെങ്കിലും ഒരാളോ രണ്ടുപേരുമോ നോട്ട് ഈക്വൽ ടു 0 വന്നാൽ ഇൻകൺസിസ്റ്റന്റ് വിത്ത് നോ സൊല്യൂഷൻ എന്നും പഠിച്ചായിരുന്നു. ഇത് നോൺ ഹോമോജീനിയസിന്റെ കേസിലാണ് പഠിച്ചത്. എന്നാൽ ഈ തന്നിരിക്കുന്ന പെയർ ഓഫ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, പെയറല്ല സിസ്റ്റമാണ്, കാരണം 3 ഇക്വേഷൻ ഇല്ലേ. ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമുക്ക് ഹോമോജീനിയസ് എന്ന് വിളിക്കാം. അതിൻ്റെ കാരണം സാർ പറഞ്ഞുതരാം, അതിൻ്റെ നോട്ട് സാർ പറഞ്ഞു തന്നിട്ട് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. റൈറ്റ്, ഇങ്ങനെയാണ് അതിൻ്റെ നോട്ട്. a1x പ്ലസ് b1y പ്ലസ് c1z is equal. ഇവിടെ 3 വേരിയബിൾ ഉണ്ടാണ് സാർ 3 വേരിയബിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. a2x plus b2y plus c2z is equal to 0. a3x b3y c3z is equal to 0. ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, ഈ പെയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ എന്തില്ല? കോൺസ്റ്റന്റ് ടേമിന് പകരം എന്താ വന്നിരിക്കുന്നത്? 0. അത്തരം ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് വിളിക്കും. ഹോമോജീനിയസ്. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കണ്ടത് നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ ഇവിടെ കണ്ടത് ഹോമോജീനിയസ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കേസസ് സാർ പറഞ്ഞുതരാം. ഇവിടെയും ഡെൽറ്റ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ a1 b1 c1, a2 b2 c2, a3 b3 c3. റൈറ്റ്, ഇനി കേസ് 1 ഇങ്ങനെയാണ്. ഇഫ് ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് കരുതുക, ഡെൽറ്റ 0 അല്ല എന്ന് കരുതുക, അപ്പൊ നമുക്ക് എന്ത് പറയാന്നറിയാവോ? സിസ്റ്റം ഹാവ് ട്രിവിയൽ സൊല്യൂഷൻസ് എന്ന് പറയാം. എന്ത് പറയാം? അതായത് എക്സും വൈയും സെഡും 3 എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അവരെന്തായിരിക്കും? ട്രിവിയൽ സൊല്യൂഷൻസ് എന്ന് പറയും. ഇവർ കൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 വന്നാൽ സിസ്റ്റം ഹാവ് ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയാം. എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു സെഡ് ഇസ് ഈക്വൽ ടു 0 മാത്രമായിരിക്കും. ഈ കണ്ടീഷൻസ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0. കേസ് 2, if delta equal to 0 വന്നാൽ, ഡെൽറ്റ 0 വന്നാൽ സിസ്റ്റം ഹാവ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയും. നോൺ ട്രിവിയൽ കൺസിസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇൻകൺസിസ്റ്റന്റ് ആവുന്നേ ഇല്ല. അവയ്ക്ക് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് എങ്കിലും കുറഞ്ഞതുണ്ടായിരിക്കും. റൈറ്റ്, അപ്പോൾ ഈ 2 കണ്ടീഷൻസ് പഠിച്ചു വച്ചേക്കാം, ട്രിവിയലും നോൺ ട്രിവിയലും. എപ്പോഴാണ് ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ടാവുക? ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 ആവുകയും എക്സും വൈയും ഇസഡും എന്താവുകയും ചെയ്യും? 0 ആവുകയും ചെയ്യുമ്പോൾ ട്രിവിയൽ സൊല്യൂഷൻസ് എന്ന് പറയാം. ഡെൽറ്റ 0 ആവുകയും സിസ്റ്റം നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആവുകയും ചെയ്യുന്ന കേസാണ്. ഇപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ എന്ന് പറയാം.
ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ എന്ന് പറയും. റൈറ്റ്? ഇതാണ് ഇതിൻ്റെ നോട്ട്. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലോട്ട് പോകും. നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ട്രിവിയൽ സൊല്യൂഷൻ ഹോമോജീനിയസ് ആണെന്ന് മനസ്സിലായോ? നോൺ ഹോമോജീനിയസും ഹോമോജീനിയസും തമ്മിലുള്ള വ്യത്യാസം എന്താ? കോൺസ്റ്റന്റ് ടേംസ് ഇല്ലാത്തത് ഹോമോജീനിയസ്, കോൺസ്റ്റന്റ് ടേം D1 D2 D3 വരുന്നത് നോൺ ഹോമോജീനിയസ്. അവയുടെ കണ്ടീഷൻസ് ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അവയ്ക്ക് ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും, ഡെൽറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. റൈറ്റ്? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവുക. ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മകളെ, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ചെറിയൊരു തിരുത്തുണ്ട്. നോൺ ട്രിവിയൽ സൊല്യൂഷൻസിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് ട്രിവിയൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്നാണ്. ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റുക. ആസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ് നമുക്ക് മാറ്റേണ്ടത് കേട്ടോ. നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. റൈറ്റ്? അപ്പോൾ നമ്മൾ പഠിച്ച നോട്ട് പ്രകാരം ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണെന്ന് മനസ്സിലായി. ഇവയ്ക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാകുന്ന എപ്പോഴാണ്? ഡെൽറ്റ ഈക്വൽ ടു 0 വരും. ഡെൽറ്റ ഈക്വൽ ടു 0 വരുമ്പോഴാണ് ഇവയ്ക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ടാകും. ഇവിടെ ഡെൽറ്റ എഴുതിക്കേ. ഡിറ്റർമിനന്റ് ഓഫ് 1 ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 1 മൈനസ് 1 1 1 മൈനസ് ലാംഡ. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? 0ക്ക്. എന്തുകൊണ്ടാണ് സാറേ ഈ ഡെൽറ്റ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ കാരണം? ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. അവയ്ക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ലാംഡയ്ക്ക് എന്ത് വാല്യൂ വേണമെന്ന ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാകുന്നത് ഡെൽറ്റ ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. റൈറ്റ്? സോൾവ് ചെയ്യുമ്പം 1 ഇൻറ്റു ലാംഡ മൈനസ് 1 മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ സ്ക്വയർ മൈനസ് 1 മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0. അപ്പം എന്ത് കിട്ടും മക്കളെ? ലാംഡ പ്ലസ് 1 മൈനസ് ഓഫ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ സ്ക്വയർ പ്ലസ് 1 മൈനസ് ഓഫ് ലാംഡ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടത്തില്ലേ? ലാംഡ പ്ലസ് 1 പ്ലസ് ലാംഡ ക്യൂബ് മൈനസ് ലാംഡ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. പ്ലസ് ലാംഡയും മൈനസ് ലാംഡയും കട്ടായിപ്പോയി, പ്ലസ് 1ഉം മൈനസ് 1ഉം കട്ടായിപ്പോയി. ലാംഡ ക്യൂബ് മൈനസ് ലാംഡ ഇസ് ഈക്വൽ ടു 0. ലാംഡ കോമൺ എടുത്താൽ ലാംഡ സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 ആവണമെങ്കിൽ ലാംഡ 0 ആയിരിക്കും, അല്ലെങ്കിലോ ലാംഡ സ്ക്വയർ മൈനസ് 1 0 ആയിരിക്കും. ലാംഡ സ്ക്വയർ മൈനസ് 1 0 ആവുന്ന എപ്പോഴാണ്? ലാംഡ സ്ക്വയർ 1 ആവണം. ലാംഡ സ്ക്വയർ എപ്പോഴൊക്കെ 1 ആവും? പ്ലസ് ഓർ മൈനസ് 1 ആവും. അപ്പോൾ ലാംഡയുടെ വാല്യൂസ് ഏതൊക്കെയാണ്? 0 1 മൈനസ് 1. ലാംഡയ്ക്ക് 0യും 1ഉം മൈനസ് 1ഉം കിട്ടുമ്പോഴാണ് ഡെൽറ്റ 0 ആവുന്നത്. ഡെൽറ്റ 0 ആയാലുള്ള ഗുണം എന്താ? ഈ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? Exactly 3 values of lambda. And thank you.